Okay, start ചെയ്യാം നമുക്ക്. Good evening. So ഇന്ന് സീക്രട്ട് മൗണ്ടൈൻ്റെ 6th ഡേ ആണ്. സോ ഓൾമോസ്റ്റ് 50% ഓഫ് സീക്രട്ട് മൗണ്ടൈൻ്റെ ഡേയ്സ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ഇതിനകത്ത് ബേസിക്കലി എല്ലാ ദിവസവും 7 മണിക്ക് കഴിഞ്ഞൊരു 6 ദിവസം, ഇന്നത്തെ കൂടിയിട്ട് 6 ദിവസം നമ്മൾ ബേസിക്കലി എല്ലാ ദിവസവും 7 മണിക്ക് വരുന്നുണ്ട്. 7 മണി മുതൽ 8:30 വരെ 1.5 മണിക്കൂറോളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ 1.5 മണിക്കൂർ ആക്ച്വലി കൺസിസ്റ്റന്റ് ആയിട്ട് 7 ദിവസം ചെയ്തില്ല, 6 ദിവസം ചെയ്യുക. അതായത് ഒരു വീക്ക് നമ്മളൊരു കംപ്ലീറ്റ് ആയിട്ട് ഒരു വീക്ക് 7 days എത്തിയിട്ടില്ല എന്ന് വിചാരിക്കാം. 6 ദിവസം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. വളരെ ഡിഫിക്കൽട്ട് ആണ് 6 ദിവസം കൺസിസ്റ്റന്റ് ചെയ്യുക. സോ ഇഫ് യു ആർ ഗൈസ് ആർ അറ്റൻഡിങ് ലാസ്റ്റ് 6 days അല്ലെങ്കിൽ കഴിഞ്ഞ ഇന്നത്തെ കൂടെ അടക്കം ഈ 6 days കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ദിവസവും ലൈവിന് വന്ന ആളുകൾ, യു ഗൈസ് ആർ ആക്ച്വലി റിയലി നിങ്ങൾ അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. ബിക്കോസ് it's really difficult to show up 6 days continuously, that too evening, because your energy level is already low, you are already tired. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ 6 daysലേക്ക് നിങ്ങൾ കൃത്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇറ്റ്സ് നോട്ട് എവരിബഡി ക്യാൻ ഡു ദാറ്റ്. ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കൺസിസ്റ്റന്റ് ആവുക എന്നുള്ളതാണ് ആക്ച്വലി UPSC എക്സാമിനേഷന്റെ ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട്. അപ്പൊ ആ ഡിഫിക്കൽട്ട് പാർട്ടിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് സിറ്റുവേഷൻസ്, പനി പിടിക്കാൻ, തലവേദന വരാം, അല്ലെങ്കിൽ ഇതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പല എക്സ്ക്യൂസസും എടുക്കാം. അതിന് പോയി ഇതിന് പോയി തിരിച്ചെത്തിയില്ല, താമസിച്ചു പോയി, വൈഫൈ ഉണ്ടായിരുന്നില്ല, ഇന്റർനെറ്റ് ഉണ്ടായിരുന്നില്ല, കറണ്ട് ഉണ്ടായിരുന്നില്ല. there are lot of reason to avoid it, but you are finding some reason to attend it means the consistency, that really appreciable character. Okay, those who are attending last 6 days continuously, that's really ആ ഒരു അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള സാധനമാണ്. ഇതേപോലെ ഇനി 90 daysലേക്ക് അല്ലെങ്കിൽ ഒരു 90+ ഡേയ്സിൽ പ്രിലിംസിലുള്ള സമയങ്ങളിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പ്രിലിംസിലേക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്തായാലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഈ ലാസ്റ്റ് 90 days അല്ലെങ്കിൽ 95 days കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത് ഒരു 70% ഓഫ് ആസ്പിരൻസിന് പറ്റില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ പറയുന്നത്, വല്ലപ്പോഴും വന്ന് പ്രിപ്പയർ ചെയ്യും 90 days. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ എനർജിയിൽ ഒരേ എഫോർട്ടിൽ പോകുന്നത് ഒരു 70 അല്ല, ഈവൻ 80% ആസ്പിരൻസിന് അത് പറ്റില്ല. അപ്പൊ ആ 20% ആണ് കോൺഫിഡൻസ്, നമ്മുടെ ഈ പറയുന്ന ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ 20% നിങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് നിങ്ങൾ എന്തായാലും മേക്ക് ഷുവർ ചെയ്യണം. സോ ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ മൂഡ്സ്, ചില ദിവസങ്ങൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കും പഠിക്കാൻ, ചില ദിവസങ്ങൾ ഭയങ്കര ബോറായിരിക്കും പഠിക്കാൻ, പക്ഷെ ചില ദിവസങ്ങൾ ഭയങ്കര ടയേർഡ് ആയിരിക്കും. ഇറസ്പെക്റ്റീവ് ഓഫ് മൂഡ്സ് നമ്മൾ ഷോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ ഉണ്ടായിരിക്കുക. അറ്റ്ലീസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഷോഡ് അപ്പ്, ഡിഡ് സംതിങ് എക്സ്ട്രാ. ഓക്കെ, ഇറസ്പെക്റ്റീവ് ഓഫ് മൂഡ് അനുസരിച്ച് ചെയ്യുന്നതാണ് മോട്ടിവേഷൻ. നമുക്ക് മോട്ടിവേഷൻ അല്ല വേണ്ടത്, നമുക്ക് ഡിസിപ്ലിൻ ആണ് വേണ്ടത്. ഓക്കെ, സോ ഓൺ ദാറ്റ് നോട്ട് വിൽ സ്റ്റാർട്ട് അവർ ഡേ 6. സോ ഡേ 6 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ബേസിക്കലി ക്ലാഷ് ആൻഡ് ക്രാഷ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻകൺസിസ്റ്റൻസി ആണ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കൺസിസ്റ്റൻസി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ദിവസം മീൻസ് ലാസ്റ്റ് ഒരു 10-15 മിനിറ്റ് ആയപ്പോഴേക്ക് ആക്ച്വലി എന്റെ കിളി പോയിരുന്നു. ഓൾറെഡി ഐ വാസ് വെരി ടയർഡ്. ഓക്കെ, ബട്ട് I thought of not to cancel it because I don't wanted to the same way. I wanted to show up. At least നമ്മൾ കാണിക്കുക, നമ്മൾ അത് എത്തുക, നമ്മൾ ചെയ്യാൻ പറ്റുന്നത്രയും നമ്മൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞാൻ വെച്ചത്. നിങ്ങളും അതേ മോട്ടിവേറ്റഡിനോടെ നിൽക്കുമ്പോൾ നമ്മളത് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഷോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസവും ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ മൂഡ്സ് ഷോ അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടെക്നിക്ക് ക്ലാഷ് ആൻഡ് ക്രാഷ് എന്ന് പറയുന്ന ടെക്നിക്കാണ്. ക്ലാഷ് ആൻഡ് ക്രാഷ് ടെക്നിക്സിൽ ബേസിക്കലി നമ്മളിവിടെ എന്താ നോക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് സേഫ് ബെറ്റ് പോലെ അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് സ്റ്റേറ്റ്മെന്റ് പോലെയുള്ള സാധനങ്ങൾ നോക്കിയിരുന്നു അല്ലെ. അതേപോലെ തന്നെ ഓരോ സ്റ്റേറ്റ്മെന്റിൽ ചിലപ്പം എന്ത് ചെയ്യാൻ പറ്റും, കോൺഫ്ലിക്റ്റ് വരാം. ഒരു സ്റ്റേറ്റ്മെന്റിൽ എവിടേക്ക് കോൺഫ്ലിക്റ്റ് വരാം, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു തുടങ്ങുന്നതും ആ സ്റ്റേറ്റ്മെന്റിന്റെ രണ്ടാം ഭാഗം ഒരേ സ്റ്റേറ്റ്മെന്റ് തന്നെ. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ ഇത് 3 ലൈനുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് വിചാരിക്കാം. ഇവിടം വരെ ഒരു കാര്യം പറയുന്നു. ഓക്കെ, ഇവിടെ വരെ ഒരു കാര്യം പറയുന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പറയുന്നതെങ്കിൽ ദിസ് ഈസ് എ കോൺട്രാഡിക്ടറി, ക്ലാഷ് ആണ്. ഓക്കെ, ദർ ഇസ് എ ഇഷ്യൂ വിത്ത് ദിസ് പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ആദ്യം പറഞ്ഞ സാധനം പിന്നീട് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മാറ്റി പറയുന്നു എന്ന രീതിയിലാണ് വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിന് എന്തുണ്ട്, ഒരു പ്രോബ്ലം ഉണ്ട്, ഇതൊരു ക്ലാഷ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. ഇത് ഒരു ക്ലാഷ്. ഓക്കെ, ഫസ്റ്റ് പ്രശ്നം എന്താണ് ചെക്ക് ചെയ്യേണ്ടത്, വിത്തിൻ ദ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഒരു ഭാഗം എന്തുവാകും, ചിലപ്പം ആദ്യത്തെ ഭാഗം റൈറ്റ് പറയുന്നു, രണ്ടാമത്തെ ഭാഗം എന്ത് ചെയ്യാം, റോങ് പറയുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യും, രണ്ടാമത്തെ ഭാഗം റൈറ്റ് ആണെന്ന് പറയുന്നു, ആദ്യത്തെ ഭാഗം എന്ത് ചെയ്യുന്നു, റോങ് ആയി പോകുന്നു. അതായത് രണ്ടും ഓപ്പോസിറ്റ് പറയുന്നു. റൈറ്റ് ആണോ റോങ് ആണോ നമുക്കറിയില്ല. ആദ്യത്തെ ഭാഗം പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് എ തീസസ് ആണെങ്കിൽ ഇതൊരു ആന്റി തീസസ് ആയി വരുന്നു. അതെങ്കിൽ നേരെ ഓപ്പോസിറ്റ് പറയുന്നു. ഫോർ എക്സാമ്പിൾ വാട്ടർ ഈസ് വെരി ഹോട്ട് ഇൻ ഇക്വേറ്റർ റീജിയൻ
ആൻഡ് ഇറ്റ് ഈസ് വെരി കോൾഡ് ഇൻ നിയർ ടു ഇന്ത്യ എന്നാണ് പറയുന്നതെങ്കിൽ ബേസിക്കലി എന്താണ് രണ്ടും തമ്മിലൊരു കോൺഫ്ലിക്ട് വന്നില്ലേ? സോ ഒരേ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു നേരെ ഓപ്പോസിറ്റ് സാധനങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നു, ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്ലാഷ് ആയി മാറാം, ഒഴിവാക്കാം. അത് തെറ്റാവാനായിരിക്കും ഏറ്റവും കൂടുതൽ ചാൻസ്. അതേപോലെ തന്നെ ഫസ്റ്റ്, സെക്കൻഡ്, മൂന്ന്, ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. ഇതൊരു സ്റ്റേറ്റ്മെന്റിൽ ഒരു കാര്യം പറയുന്നു, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ വേറൊരു കാര്യം പറയുന്നു, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ വേറൊരു കാര്യം പറയുന്നു. നമ്മൾ സേഫ് ബെറ്റിൽ എന്താ നോക്കിയത് നമ്മൾ, അല്ലെങ്കിൽ മാക്സിമം പോസിബിലിറ്റിയിൽ നമ്മൾ നോക്കിയതും അതല്ലെങ്കിൽ നമ്മൾ എന്താണ് കപ്ലിംഗ് സ്റ്റേറ്റ്മെന്റിലാണ് ഇതിന്റെ ഓപ്പോസിറ്റ് അല്ലെ? കപ്ലിംഗ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കി. കപ്ലിംഗ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എന്താ നോക്കിയത്? ഇതും എന്താണ് കണ്ടിന്യൂറ്റി ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ കണ്ടിന്യൂറ്റിയുടെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് അത് ശരിയാക്കി എടുക്കാം. ഇതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നതെങ്കിൽ, ഓപ്പോസിഷൻ ആണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യാം? തെറ്റായിരിക്കാം. ചിലപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുന്നു? ഒരേ കാര്യം പറയുന്നു, ഇതെന്ത് ചെയ്യുന്നു? ഇതിന്റെ ഓപ്പോസിറ്റ് പറയുന്നു. അപ്പൊ ഇതിനകത്ത് ഓട് വണ്ണ് പോലൊരു സാധനം വന്നില്ലേ? കോൺഫ്ലിക്ട് വന്നില്ലേ? അപ്പൊ ഈ കോൺഫ്ലിക്ട് വരുന്ന സ്റ്റേറ്റ്മെന്റുകളെ ഒഴിവാക്കാം എന്നുള്ളതാണ് ബേസിക്കലി നമുക്ക് ക്ലാഷ് ആൻഡ് ക്രാഷിൽ നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ UPSCയുടെ പല സ്റ്റേറ്റ്മെന്റിലും ഇല്ലോജിക്കാലിറ്റി ആ സ്റ്റേറ്റ്മെന്റ് ഇടയിൽ കയറ്റി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ചില സ്റ്റേറ്റ്മെന്റ് വെറും ബ്ലണ്ടർ സ്റ്റേറ്റ്മെന്റുകളായിരിക്കും. അതിനകത്ത് ആദ്യം പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പിന്നീട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നിച്ച് പോകാൻ പറ്റില്ല. അത് കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റുകളായിരിക്കും. ആ കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, ഒരു ജസ്റ്റ് ഐഡിയ കിട്ടിയില്ലേ? നമുക്ക് ഇനി ചെയ്തു പോകുന്നതിന്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ അതെന്താന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു പോകും. അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും? ക്ലാരിറ്റി കിട്ടും. സോ ഈ ഒരു ടെക്നിക്കാണ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്. ഈ പറയുന്ന മുന്നേയുള്ള സ്റ്റേറ്റ്മെന്റ്, അതായത് നമുക്ക് ഇവിടെയുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ട് യാതൊരുവിധ ധാരണയില്ല. പക്ഷെ മുന്നേയുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ എന്തെങ്കിലും കോൺട്രാഡിക്ഷൻസ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്കുള്ള അവിടെ കൊടുത്ത 3 സ്റ്റേറ്റ്മെന്റുകളിൽ നമുക്ക് മുന്നേ ഈ ടോപ്പിക്കുകളെ പറ്റി ഒന്നും അറിയില്ല. വി ഡു നോട്ട് ഹാവ് സീറോ നോളജ്, വി ഡു നോട്ട് ഹാവ് എനി നോളജ്. സോ വി ഹാവ് സീറോ നോളജ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, ഈസ് ദെയർ എനി കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്മെന്റ് എന്നുണ്ടെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആണ്. ദെൻ യു ചെക്ക് അത് പോസിബിൾ ആവോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കോൺട്രാഡിക്ഷൻ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ എന്ത് ചെയ്യാ? ഞാൻ 2 രീതിയിൽ, ഇപ്പൊ ആദ്യം നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? കൃത്യമായി വായിക്കുക. ഓരോ ലെറ്ററും വായിച്ച് അത് കോൺഫ്ലിക്ട് ഉണ്ടോ ഇല്ലോ നോക്കുക. ആഫ്റ്റർ ഒരു 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ 1 മിനിറ്റ് നമ്മൾ എടുക്കുന്ന കുറച്ച് സമയം കഴിഞ്ഞ ശേഷം, ഐ വിൽ റീഡ് ദ സ്റ്റേറ്റ്മെന്റ് ഫോർ ബിക്കോസ് ദർ വിൽ ബി പീപ്പിൾ ഹു ആർ എന്ത് ചെയ്യാം? നമ്മൾ വായിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ വായിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും. അപ്പൊ അവരോട് ഇൻക്ലൂസീവ് ആക്കണം നമുക്ക്. അപ്പം ബേസിക്കലി ആ രീതിയിൽ ഞാൻ ഒന്ന് വായിക്കും, അതിനുശേഷം വിൽ എക്സ്പ്ലെയിൻ കേട്ടോ. അപ്പൊ ആദ്യം ഞാൻ വായിക്കാത്ത എന്താണ്? ബേസിക്കലി നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടവർ വായിച്ച് തന്നെ മനസ്സിലാവണം. അപ്പൊ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിനകത്തുള്ള തെറ്റുകൾ എന്താണെന്ന് സ്വയം കണ്ടെത്താൻ പറ്റുള്ളൂ. ഇനി ആൻസർ എന്ത് ചെയ്യരുത്? ആരും കമന്റ് ചെയ്യരുത്. ഞാൻ പറയാതെ, ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആൻസർ കമന്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കമന്റ് ചെയ്യരുത് കേട്ടോ. അല്ലെങ്കിൽ അത് നിങ്ങൾ ബയാസ്ഡ് ആവും. അതുകൊണ്ട് പറഞ്ഞതിന് ശേഷം മാത്രം കമന്റ് ചെയ്യുക, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പൊ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കണം. സോ ഗോ ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 59, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് മെർക്കുറി പൊല്യൂഷൻ. സ്റ്റേറ്റ്മെന്റ് 1, gold mining activity is a source of mercury pollution in the world. Statement 2, coal-based thermal power plants cause mercury pollution. Statement 3, there is no non-safe level of exposure to mercury. How many of the above statements are correct? എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഓക്കെ, ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എലിമിനേറ്റ് ചെയ്യും ഫസ്റ്റ്? വിച്ച് സ്റ്റേറ്റ്മെന്റ് വിൽ യു എലിമിനേറ്റ് ഫസ്റ്റ്? ഏത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നിങ്ങൾ എലിമിനേറ്റ് ചെയ്യുന്നത്? അങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ ഏതെങ്കിലും കോൺഫ്ലിക്ട് എലിമിനേറ്റ് ചെയ്യേണ്ട ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റുമായിട്ട് നിങ്ങൾക്ക് കോൺഫ്ലിക്ട് തോന്നുന്ന ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? നമുക്കൊരു നോളജും ഇല്ല, പക്ഷേ ഇസ് ദർ എനി കോൺഫ്ലിക്ട് സ്റ്റേറ്റ്മെന്റ്?
ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്കുള്ള ആകെ നോളജ് ആ സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പൊ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? ആർക്കും ഇല്ല. കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് തംസപ്പ് ഇടുമോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലോ എന്ന് എനിക്ക് മനസ്സിലാവത്തോണ്ട. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയെങ്കിൽ ഒരു തംസപ്പ് വരുമോ? നിങ്ങൾക്ക് ഞാൻ പറയുന്ന കേൾക്കാവോ? ഓഡിയബിൾ ആണോ? ഓക്കെ, ഓഡിയബിൾ ആണ്. ഓക്കെ, ഫൈൻ. അപ്പൊ എന്താണ് നിങ്ങളുടെ പൊസിഷൻ? നിങ്ങൾ വായിക്കുവാണോ? ഓക്കെ, യു വാണ്ട് ടൈം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തംസപ്പ് വരുമോ? വായിച്ചോളൂ. ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എക്സ്ട്രീം ആണെന്ന് പറയുന്നു. എന്താണ് എക്സ്ട്രീം? മഞ്ജു, എക്സ്ട്രീം ആണെന്ന് പറയാൻ കാരണം എന്താ? നോ എന്ന് കണ്ടതുകൊണ്ടാണോ? അതെ സാർ, നോ കണ്ടുകൊണ്ട്. ഇനി പക്ഷെ അതുകൊണ്ട് മാത്രം എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും റീസൺ കൂടി പറയാൻ പറ്റും? നോ കണ്ടുകൊണ്ട് നമ്മളൊരു റെഡ് ഫ്ലാഗ് ആണ്. എന്തെങ്കിലും റീസൺ ഉണ്ടോ അത് എലിമിനേറ്റ് ചെയ്യാൻ? അറിയില്ല. ഒന്ന് നമ്മൾ പറയുന്നത് ദർ ഈസ് നോ നോൺ സേഫ് ലെവൽ ഓഫ് എക്സ്പോഷർ ടു മെർക്കുറി. നമ്മൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ ലെവലില്ല, അതായത് നമുക്ക് അറിയുന്ന ഒരു ലെവലും ഇല്ല. നോ സേഫ് ലെവൽ ഓഫ് എക്സ്പോഷർ ടു മെർക്കുറി എന്നുള്ളതാണ് തേർഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്, അല്ലെ? അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നമുക്ക് ഒരു അറിവുമില്ല ഇതിനെപ്പറ്റി എന്നുള്ളത് വ്യക്തമായിട്ട് തേർഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇനി ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഗോൾഡ് മൈനിങ് ആക്ടിവിറ്റി ഈസ് എ സോഴ്സ് ഓഫ് മെർക്കുറി പൊല്യൂഷൻ ഇൻ ദ വേൾഡ്. വളരെ ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഗോൾഡ് മൈനിങ് ആക്ടിവിറ്റിയിൽ എന്ത് വരുന്നുണ്ട്? മെർക്കുറി പൊല്യൂഷൻ ഇൻ ദ വേൾഡ്. ശരിയാവാനുള്ള ചാൻസ് കൂടുതലല്ലേ? ശരിയാണോ തെറ്റാണോ? ശരിയാന്ന് തോന്നുന്നവരൊന്ന് ഒന്ന് തംസപ്പെട്ട് ശരിയാവാൻ ചാൻസ് കൂടുതലാണ്. ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണത്. തെറ്റാന്ന് വാദിക്കാൻ നമുക്ക് അതിനകത്ത് ഒന്നുമില്ല. ഈസ് എ സോഴ്സ് ഓഫ്, ഒരു സോഴ്സാന്ന് പറയുന്നുള്ളൂ. കോൾ ബേസ്ഡ് തെർമൽ പവർ പ്ലാന്റ്സ് കോസ് മെർക്കുറി പൊല്യൂഷൻ. ഇത് ശരിയായിരിക്കോ തെറ്റായിരിക്കോ? ഞാൻ ശരിയിടുന്നത് ഞാൻ അറിയാതെ ടിക്കറ്റ് പോകുന്നതാണ്. തെറ്റ ശരിയാണെന്നില്ല. അത് ശരിയായിരിക്കില്ലേ? അതും ശരിയായിരിക്കും അല്ലെ? ഇനി നിങ്ങൾ പറ, ഇത് മൂന്നാം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദർ ഇസ് നോ നോൺ സേഫ് ലെവൽ ഓഫ് എക്സ്പോഷർ ടു മെർക്കുറി എന്നാണ്. ഫസ്റ്റത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റുമായിട്ട് ഇത് കോൺഫ്ലിക്റ്റിംഗ് അല്ലേ? നോക്കിക്കേ നിങ്ങൾ. ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റിലും മൈനിങ് ആക്ടിവിറ്റിയിൽ ഇവിടെ ഹ്യൂമൻ ഉണ്ടാവുമോ? ഉണ്ടാവും. കോൾ ബേസ്ഡ് തെർമൽ പവർ പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന സമയത്തും ഹ്യൂമൻ ഉണ്ടാവുമോ? ഹ്യൂമൻ ഉണ്ടാവും. സേഫ് ലെവലായിട്ടുള്ള മെർക്കുറി ഇല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി ഹാർംഫുൾ, എന്താണ്, ഡെഡ്ലി കോസ്റ്റ് ആവും അല്ലെ? അപ്പൊ സേഫ് ലെവലായിട്ടുള്ള മെർക്കുറി എക്സ്പോഷർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മനുഷ്യന്മാര് ജീവിച്ചിരിക്കുമോ? ഈ മൈനിങ് ആക്ടിവിറ്റി നടക്കുമോ? സോ ദർ വിൽ ബി സം കൈൻഡ് ഓഫ് നോൺ ലെവൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? റോങ് ആയിരിക്കും. എന്തെങ്കിലും ഒരു സേഫ് ലെവൽ എന്തായിരിക്കും? ഉണ്ടായിരിക്കണം അല്ലെ? ഇനി ആലോചിച്ച് നോക്കിയാൽ വളരെ ടെക്നോളജിക്കലി ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് മെർക്കുറി. നമ്മൾ പല സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലുള്ള പല ഉപകരണങ്ങളും നമ്മൾ മെർക്കുറി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഒരു സേഫ് ലെവൽ അറിയാത്ത ഒരു സാധനത്തിനെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വെക്കുവോ? ആര് വേണമെങ്കിലും മരിച്ചു പോലെ. വളരെ ലോജിക്കല്ലേ? ദർ ഇസ് നോൺ. ടെക്നോളജിക്കലി നമ്മൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് ഇപ്പം. ആ ടെക്നോളജിക്കലി ഭയങ്കര അഡ്വാൻസ്ഡ് ആയ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇനി മെർക്കുറി എവിടെയൊക്കെ ഉണ്ട്? ഇതല്ലാതെ നമ്മുടെ വീട്ടിലെ പല ഉപകരണങ്ങളും മെർക്കുറി ഉണ്ടാവാം. അപ്പം നോ സേഫ് ലെവൽ എന്ന് പറയുമ്പം നമ്മൾ വീട്ടിലുള്ള കുട്ടികളോ നമ്മളോ ഒക്കെ മരിച്ചു പോവാം. അതേപോലെ തന്നെയാണ് ഫസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെന്റിലും ഹ്യൂമൻ ഇന്ററാക്ഷൻ ഭയങ്കര കൂടുതലാണ്. ഇവിടെയൊക്കെ മെർക്കുറി പൊല്യൂഷൻ ഉണ്ടെന്ന് പറയുന്നു. ഈ ഹ്യൂമൻ ഇന്ററാക്ഷൻ ഉള്ള സ്ഥലത്ത് നോൺ ലെവൽ സേഫ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? റോങ് ആവാനാണ് ചാൻസ്. ഇത് കോൺട്രാഡിക്ടറി ആണ് കമ്പയർ ടു ആ ഫസ്റ്റ് ടു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാം. ആൻസർ എന്തായിരിക്കും? ബിയിലേക്ക് നിങ്ങൾക്ക് ഓൺലി 2 ലെവലിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ പോവാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഇവിടെ എക്കണോമിക്സ് ക്വസ്റ്റ്യൻ ആണ്. എക്കണോമിക്സ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഞാൻ ഇന്നലെ വേറൊരു സാധനം കൂടി പറഞ്ഞു, നമ്മൾ കോൺട്രാഡിക്ടറി ആണ്. ഇത് ചെയ്തു നോക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരേപോലെയുള്ള ഐറ്റംസ് ഒരേ ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ക്ലബ് ചെയ്യാം. ഒരേപോലെയുള്ള ഐറ്റങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ശരിയായിരിക്കും, ഒന്ന് തെറ്റായിരിക്കും എന്നുള്ളതൊക്കെ ഇന്നലെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അപ്പൊ ആ സാധനം തന്നെ എന്ത് ചെയ്യണം? നമ്മൾ നോക്കണം.
പ്രോപ്പറായിട്ട് ഓരോ സ്റ്റേറ്റ്മെന്റും വായിക്കുക. വായിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. ആദ്യം എല്ലാം ഒന്ന് ഒറ്റ തവണ വായിക്കുക. വേണമെങ്കിൽ സൈഡിൽ എക്കണോമിക്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കുന്നത്, എക്കണോമിക്സും ജോഗ്രഫിയും ഒന്ന് വരച്ച് നോക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് അല്ലെ, അറ്റ്ലീസ്റ്റ് 2 സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്, കറക്റ്റ് ആണ്. ചോദ്യം എന്താണ്? വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ എക്കണോമി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1, ഇഫ് ദ ഇൻഫ്ലേഷൻ ഈസ് ടു ഹൈ, Reserve Bank of India is likely to buy government securities. Statement 2, if the rupee is rapidly depreciating, RBI is likely to sell dollars in the market. If the interest rate is in third statement, if the interest rate in USA or European Union were to fall, that is likely to induce RBI to buy dollars. ഓക്കെ, ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എലിമിനേറ്റ് ചെയ്യും? എല്ലാവരും പറയുന്നു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് എലിമിനേറ്റ് ചെയ്യാൻ ചാൻസ്. ഓക്കെ, ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് തമ്മിൽ ക്ലബ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയാമോ? ഈസ് ദർ എനി കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ്? ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് തമ്മിലാണ് കോൺട്രാഡിക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നത്? 1 and 2 എന്താണ്, കോൺട്രാഡിക്ടറി അല്ലേ? അതിന്റെ അർത്ഥം എന്താണ്? 1 ഉം 2 ഏതെങ്കിലും ഒന്ന് മാത്രമേ ശരിയാവുള്ളൂ അല്ലെ? അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തുക. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ഇൻഫ്ലേഷൻ ഈസ് ടു ഹൈ, ദാറ്റ് മീൻസ് ഇൻഫ്ലേഷൻ ഭയങ്കര കൂടുതലാണ്, ടു ഹൈ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ലൈക്ലി ടു ബൈ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. സോ ഇൻഫ്ലേഷൻ ഭയങ്കര ഹൈ ആണെന്ന് നമുക്കറിയാം. എക്കണോമിയിൽ എന്തായിരിക്കും? ബേസിക്കലി മണി സപ്ലൈ വളരെ കൂടുതലായിരിക്കും. അപ്പൊ RBI എന്ത് ചെയ്യുന്നു? ബൈ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് RBI മേടിക്കുമ്പം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? പബ്ലിക്കിലേക്ക് പൈസ പോകും അല്ലെ, എക്കണോമിയിലേക്ക് പൈസ പോകും. സോ അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് തമ്മിൽ കോൺട്രാഡിക്ടറി അല്ലേ? ഇൻഫ്ലേഷൻ 2 ഹൈ ആണെങ്കിൽ വീണ്ടും എക്കണോമിക് സപ്ലൈയിൽ കൂട്ടാൻ പാടില്ല. സോ വിത്തിൻ ദ സ്റ്റേറ്റ്മെന്റ് ദർ ഇസ് എ കോൺട്രാഡിക്ഷൻ. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ കേസ്. വിത്തിൻ ദ സ്റ്റേറ്റ്മെന്റിൽ തന്നെ എന്താണ്? കോൺട്രാഡിക്ഷൻ ആണ്. ഇൻഫ്ലേഷൻ 2 ഹൈ ആണെന്നുണ്ടെങ്കിൽ RBI എന്ത് ചെയ്യാൻ പാടില്ല? അത് ബേസിക് കോൺസെപ്റ്റ് ആണ് അല്ലെ, ബൈയിങ് ആൻഡ് സെല്ലിങ്. ഇൻഫ്ലേഷൻ 2 ഹൈ ആണെങ്കിൽ RBI ഷുഡ് സെൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. അപ്പോഴാണ് പൈസ എന്ത് ചെയ്യുക? നമ്മൾ RBIന്റെ കയ്യിലേക്ക് പോവുക. ഇതെന്താണ്? പൈസ കൊടുത്ത് RBI മേടിക്കുമ്പോൾ പൈസ മാർക്കറ്റിലേക്കാണ് പോവുക. അതൊരു സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇഫ് ദ റുപ്പി ഈസ് റാപ്പിഡ്ലി ഡിപ്രീഷിയേറ്റിംഗ്, RBI ഈസ് ലൈക്ലി ടു സെൽ ഡോളേഴ്സ് ഇൻ ദ മാർക്കറ്റ്. റുപ്പി എന്ത് ചെയ്യാണ്? ഡിമാൻഡ് ആൻഡ് സപ്ലൈയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് പറയുന്നത്. റാപ്പിഡ്ലി ഡിക്രീസ് ചെയ്യാന്നാണ് പറയുന്നത് റുപ്പീന്റെ പ്രൈസ്. അതിന്റെ അർത്ഥം എന്താണ്? റുപ്പീന്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതേപോലെ തന്നെ ഡോളറിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ബേസിക്കലി ഡോളറിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? കൂടുന്നു എന്നുള്ളതാണല്ലോ ഇതിന്റെ അർത്ഥം. അതിൽ തന്നെ ഇനി എന്ത് ചെയ്യുന്നു? RBI ഈസ് ട്രൈങ് ടു സെൽ ഡോളേഴ്സ്. RBI എന്ത് ചെയ്യുന്നു? RBIന്റെ ഉള്ള ഡോളർ മേടിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഡോളർ എന്ത് ചെയ്യുന്നു? വിൽക്കുന്നു, പകരം റുപ്പി മേടിക്കുന്നു. സ്വാഭാവികമായിട്ട് റുപ്പിന്റെ ഡിമാൻഡ് കൂടുന്നു, ഡോളറിന്റെ സപ്ലൈ എന്ത് ചെയ്യുന്നു? കൂടുന്നു. പോയിന്റ് കറക്റ്റ് ആണ്. ഓക്കെ, ആൻഡ് ഇനി ഇത് തെറ്റാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിനെ പറ്റി നിങ്ങൾ ഒന്നും അറിയേണ്ട കാര്യമില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിയും എന്താണ്? 1, 2, 3 ആണ്. സോ അത് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നാം സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ബേസിക് കോൺസെപ്റ്റ് ആണ്. ആ ബേസിക് കോൺസെപ്റ്റ് വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ചെയ്യാൻ വേണം. കാരണം എന്താണ് ഡിപ്രീഷിയേറ്റിംഗ്, അപ്രീഷിയേറ്റിംഗ് എന്നൊക്കെ അത് പഠിച്ചിരിക്കണം. അത് നമുക്ക് നോളജിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ വലിയൊരു ലെവൽ ഓഫ് നോളജ് ആണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതൊരു ബേസിക് നോളജിന്റെ ഭാഗമാണ്. അത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, സോ അങ്ങനെ ഇത് ചെയ്തൂടെ? എന്നാ ഇതൊന്ന് ചെയ്തു നോക്കിയേ. വിത്ത് റെഫറൻസ് ടു ഓക്കെ, വായിച്ചു നോക്കിക്കേ. ഇതിൽ ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാന്നൊക്കെ ആലോചിക്കുക, പറയണ്ട. ക്വസ്റ്റ്യൻ ഇതാണ്. വിത്ത് റെഫറൻസ് ടു ഏൻഷ്യന്റ് ഇന്ത്യ കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1, കോൺസെപ്റ്റ് ഓഫ് സ്തൂപ ഈസ് ബുദ്ധിസ്റ്റ് ഇൻ ഒറിജിൻ. സ്റ്റേറ്റ്മെന്റ് 2, സ്തൂപ വാസ് ജനറലി എ repository of relics. And statement 3, stupa was a votive and commemorative structure in Buddhist tradition. സ്തൂപ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. സ്തൂപ കേൾക്കാത്തവരായിട്ട് ആരുമില്ല എന്ന് നമുക്കറിയാം. ഓക്കെ, ഇത് നിങ്ങൾ എലിമിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് ഒരു എലിമിനേഷൻ ആയിട്ട് തോന്നുന്നത്?
ഇതിനകത്ത് ഒരിക്കലും തെറ്റാൻ ചാൻസ് ഇല്ലാത്ത ഏറ്റവും ജനറലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് ഇതിനകത്ത്? അത് നിങ്ങൾ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് അല്ലാതെ ഏറ്റവും സേഫ് സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇതിനകത്ത്? അതൊന്ന് ഐഡന്റിഫൈ ചെയ്ത് ഏറ്റവും സേഫ് സ്റ്റേറ്റ്മെന്റ് ഏതാ? സ്റ്റേറ്റ്മെന്റ് 2 ആണ്. സ്തൂപ വാസ് ജനറലി എ റെപ്പോസിറ്ററി ഓഫ് റിലിക്സ്. നമുക്കറിയാം സ്തൂപ എന്ന് പറയുന്ന റെപ്പോസിറ്ററി ഓഫ് റിലിക്സ് ആണ് എന്ന് നമുക്കറിയാം. അപ്പൊ അത് വളരെ ജനറലൈസ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ വൺ തിങ് വി ആർ ഷുവർ ദാറ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയാണ് എന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി സ്തൂപ വാസ് എ വോട്ടീവ് ആൻഡ് കൊമമറേറ്റീവ് സ്ട്രക്ചർ ഇൻ ബുദ്ധിസ്റ്റ് ട്രഡീഷൻ. എന്താണ്? ആദ്യത്തിൽ പറയുന്നു റെലിക്സ്, രണ്ടാമത്തെ പറയുന്നത് കൊമമറേറ്റീവ്. കൊമമറേറ്റീവ് എന്ന് പറഞ്ഞാൽ മെമ്മറേറ്റീവ് അല്ലെ, നമ്മൾ മെമ്മറിയിൽ സൂക്ഷിക്കുന്ന സാധനങ്ങൾ തന്നെയല്ലേ മെമ്മറേറ്റീവ്. ആ വേർഡിന്റെ കൊമമറേറ്റീവ്, അവശിഷ്ടം നമ്മൾ സൂക്ഷിക്കുന്ന സാധനം, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ മെമ്മറിക്ക് വേണ്ടി കാത്തു വെക്കുന്ന സാധനങ്ങൾ അല്ലേ. അപ്പൊ ബോഡി പാർട്ട് നമ്മൾ എന്തിനാണ്? ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ സൂക്ഷിക്കുന്നത്. അതുമായിട്ട് കമ്പൈൻ ചെയ്ത് പോവാലോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും. ഇത് കമ്പൈൻ ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് കോൺസെപ്റ്റ് ഓഫ് ബുദ്ധിസ്റ്റ് ഒറിജിൻ ആണ് സ്തൂപ എന്ന് പറയാൻ പറ്റും. അതിന് മുന്നേ കുഴിച്ചിട്ടിട്ടുള്ള ആളുകളെ. ആൻഡ് സ്തൂപ ഈസ് എ ബുദ്ധിസ്റ്റ് ഒറിജിൻ എന്ന് പോലും പറയുന്നുണ്ടോ നോക്കിക്കേ. ഇല്ലല്ലോ. എന്താണ് പറയുന്നത്? കോൺസെപ്റ്റ് ഓഫ് സ്തൂപ അല്ലെ. ദാറ്റ് മീൻസ് ഈവൻ സ്തൂപ ബുദ്ധിസ്റ്റ് ഒറിജിൻ ആണോ എന്നല്ല ചോദിച്ചത്. ദ ഐഡിയ ഓഫ് സ്തൂപ, കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഐഡിയ. ദ ഐഡിയ ഓഫ് കുഴിച്ചിടൽ, എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു കല്ല് വെക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വെക്കൽ, ഈസ് ദി ബുദ്ധിസ്റ്റ് ഒറിജിൻ എന്നാണ് ചോദിക്കുന്നത്. അതിന് മുമ്പ് ഒരുപാട് പേര് മരിച്ചിട്ടില്ലേ? ആലോചിച്ച് നോക്കിക്കേ. പണ്ട് ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ അങ്ങനെയാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിരമിഡ് ഒരു കൈൻഡ് ഓഫ് സ്തൂപയാന്ന് നമുക്ക് പറയാം. ഈജിപ്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ കുടങ്ങളിലൊക്കെ കുഴിച്ചിട്ടത് ഒരു കൈൻഡ്, എന്നിട്ട് അവിടെ ടെമ്പിൾ പോലെ എന്തെങ്കിലും പണിയാണെങ്കിൽ അതൊരു ടൈപ്പ് ഓഫ് സ്തൂപ എന്ന് പറയാം. അപ്പൊ സ്തൂപ ഈസ് എ കോൺസെപ്റ്റ്. ഐഡിയ ഓഫ് സ്തൂപ ഈസ് ബുദ്ധിസ്റ്റ് ഒറിജിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? റോങ് ആയിരിക്കും. കാരണം കോൺസെപ്റ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി രണ്ടും എന്താണ് പറയുന്നത് നോക്കി. അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? സ്തൂപ എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഡെഡ് ബോഡിയുടെ പാർട്സ് വെക്കുന്നതാണ്, റെലിക്സ് വെക്കുന്നതാണ്. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡെഡ് ബോഡി ബുദ്ധിസ്റ്റ് സ്പിരിറ്റിലായിരിക്കോ നമ്മൾ ഇങ്ങനെ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടുണ്ടാവുക? ഇനി ഇവൻ പേരിലാണെങ്കിലും ആ കോൺസെപ്റ്റ് പണ്ടേ ഉണ്ടാവുമല്ലോ. നമുക്കറിയാം കുടത്തിൽ നിന്നൊക്കെ നമുക്ക് ആളുകൾ കിട്ടിയിട്ടുണ്ട്. ബേസിക്കലി എന്താണ് കോൺസെപ്റ്റ്? ബുദ്ധിന്റെ ഒറിജിനാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. പറ്റില്ലേ? പറ്റും തോന്നുന്നവർക്ക് ഒന്ന് തംസപ്പ് വരാവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാവോ? നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റിലെ കോൺട്രാഡിക്ഷൻസ് വീണം ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകൾ തമ്മിൽ പോകുന്നുണ്ടോ നോക്കണം. എന്നിട്ട് നിങ്ങൾ ഇതൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഭയങ്കര ലെങ്തി ക്വസ്റ്റ്യൻ ആയി തോന്നും. ഒരു കാര്യം UPSCക്ക് 100% അറിയാം. ചിലപ്പോൾ നിങ്ങളും ഇതിനകത്ത് പറയുന്നത് ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, ഒരു ഡയറക്ഷനിലും ഒരു സാധനത്തിലും ഒന്നും കൊടുത്ത് നിങ്ങൾ ആലോചിച്ച് കുറച്ച് ഞാൻ പറയാം. ചെയ്തു നോക്ക് കേട്ടോ. Okay, the question is, consider the following statement. The statement 1, the Climate Group is an international non-profit organization that drives climate action by building large network and runs them. Statement 2, the International Energy Agency, in the partnership with the Climate Group, launched a global initiative EP100. EP100 brings together leading companies and committed to driving innovation in energy efficiency and increasing competitiveness while delivering on emissions reduction goals. Statement 4, some Indian companies are members of EP100. Statement 5, International Energy Agency is the secretariat to the under 2 coalitions. So there are 5 statements given. ഈ 5 സ്റ്റേറ്റ്മെന്റ് നമുക്ക് വലിയ കുറെ സാധനമായിട്ട് നമ്മൾ ഈ ഓപ്ഷനിലേക്ക് പോവാ. ഓപ്ഷനിലേക്ക് പോകുമ്പോൾ 5 എണ്ണം ശരിയാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ 5 എണ്ണം ശരിയല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 എണ്ണം റോങ് ആവാനുള്ള ചാൻസ് ഇതിനകത്തുണ്ട് അല്ലെ. അറ്റ്ലീസ്റ്റ് 2 റോങ് ആണ്. 3 എണ്ണം ഓക്കെ. ഇതും എന്താണ് 1 2 3 4 5 ഇതിനകത്തുണ്ട്. ഇതിനകത്ത് 3 ഇല്ല അല്ലെ. 1 2 3 4 ഓക്കെ. അറ്റ്ലീസ്റ്റ് 4 എണ്ണമാണ് ബേസിക്കലി എന്ത് ചെയ്യാം, 4 എണ്ണം വരെയെങ്കിലും എന്ത് ചെയ്യാം. അറ്റ്ലീസ്റ്റ് 3 എണ്ണം ശരിയായിരിക്കും. ചിലപ്പോൾ 4 എണ്ണം എന്തായിരിക്കും ശരിക്കും. അറ്റ്ലീസ്റ്റ് 3 എണ്ണം എന്തായാലും ശരിയാണ് എന്നുള്ള നമുക്ക് ഉറപ്പിക്കാം. ഫസ്റ്റ് എണ്ണത്തിൽ 4 ഓപ്ഷൻ ഉണ്ട്. 1 2 4 5 1 3 4 2 3 5 1 2 3 4 5 ഓക്കെ. അറ്റ്ലീസ്റ്റ് 3 എണ്ണം ശരിയാണ്. ഇനി ഇതിനകത്ത് ആദ്യം നിങ്ങൾക്ക് എല്ലാം പുതിയ സാധനങ്ങളല്ല. ഇതെന്തായാലും UPSCക്ക് അറിയാം. നിങ്ങൾ ഒരിക്കലും ഇത് വായിച്ചിട്ടില്ല.
UPSC അറിയാം, നിങ്ങൾക്ക് ഇത് എന്തായാലും അറിയില്ല, പുതിയ കോൺസെപ്റ്റ് ആണെന്ന് അറിയാം. അങ്ങനെ നിങ്ങൾക്കും അറിയാം. കാരണം നിങ്ങൾക്ക് അറിയാം എന്നുള്ളതിന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണം? നിങ്ങൾ എപ്പോഴും നിങ്ങളെ പ്രിപ്പറേഷനിൽ കോൺഫിഡന്റ് ആയിരിക്കണം. എങ്ങനെയാ അത് കോൺഫിഡന്റ് ആവുക? നെക്സ്റ്റ് 95 days അല്ലെങ്കിൽ 98 days മേക്ക് ഷുവർ ദാറ്റ് യു ആർ പുട്ടിങ് യുവർ മാക്സിമം, സോ ദാറ്റ് ഒരു ജനറൽ ഒരു ആസ്പിരന്റ്, ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ആസ്പിരന്റ്, നിങ്ങൾ ഒന്നും പഠിക്കാതിരുന്നിട്ട് ഞാൻ ഇത് കേട്ടിട്ടില്ല എന്ന് വിചാരിക്കും. ജനറൽ ആയിട്ട് പഠിക്കുന്ന ഒരു ആസ്പിരന്റിനെ സംബന്ധിച്ചോളം എന്ത് ചെയ്ത് നമ്മളൊരു അത്യാവശ്യ സാധനങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്കിത് അറിയില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ബിലീവ് ചെയ്ത് ആർക്കും അറിയില്ല എന്നങ്ങ് വിശ്വസിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും, അങ്ങനെ വിശ്വസിക്കും. കാരണം എന്താണ്, നിങ്ങൾ ആ നോളജിലേക്ക് പോകാതെ കുറച്ചുകൂടി ഇതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങും. എന്നിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ നമുക്ക് ഇതിനകത്ത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ ഭാഗത്ത് നമുക്ക് പല പല ടെക്നിക്കുകൾ ആദ്യം ഉപയോഗിച്ച് തുടങ്ങാം, അല്ലെ? ഇതിനകത്ത് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, അത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന സ്റ്റേറ്റ്മെന്റ്. ആദ്യത്തെ റീഡിംഗ് ഒരിക്കലും ഓപ്ഷൻ എടുക്കരുത്. ഒരു റീഡിംഗ് കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് ഹോളിസ്റ്റിക്കലി ഏറ്റവും ഈസി ആയിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ്, ഏറ്റവും ഒഴിവാക്കുന്നില്ല, എന്തായാലും ശരിയാവേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എടുക്കാം. സർ, ശരിയാവേണ്ട സ്റ്റേറ്റ്മെന്റ് എന്ന് ഉദ്ദേശിച്ചതാണ് 3 എന്ന് ഉദ്ദേശിച്ചത്. 3ഉം 4ഉം ഓക്കെ ഓക്കെ സം ഉള്ളതുകൊണ്ടും 3ല് കുറച്ചുകൂടി ഡിഫൈൻഡ് ആണ്. ഓക്കെ, സമ്മുള്ളതുകൊണ്ട് മാത്രം എടുക്കരുത്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? സം ഇന്ത്യൻ കമ്പനീസ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്ത്യൻ കമ്പനി ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും, നമ്മളെ സേഫ് ബെറ്റിൽ പറഞ്ഞ എന്താ, ഒരു ഇന്ത്യൻ കമ്പനി ഉണ്ടെന്നെങ്കിൽ പോലും എന്താണ് ബേസിക്കലി അർത്ഥം? അത് ശരിയാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്, അല്ലെ? അപ്പൊ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് അബ്സല്യൂട്ട്ലി ശരിയാവാനാണ് ചാൻസ് കൂടുതൽ. മോസ്റ്റ് ശരിയാവാനുള്ള ചാൻസ് ഫോർത്ത് ആണ്. ഫോർത്ത് ഇല്ലാത്തതിനെ നമുക്കൊന്ന് വെറുതെ കട്ട് ചെയ്ത് നോക്കി. ഓക്കെ, അപ്പൊ നമ്മൾ ആകെ സി മാത്രമാണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത റീഡിങ് റിയൽ എക്സാമിൽ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഒഴിവാക്കി. ഇനി ഒന്നുകൂടി വായിക്കണം നിങ്ങൾ. ബാക്കി 3-4 സ്റ്റേറ്റ്മെന്റുകൾ ഒന്നുകൂടി വായിച്ചിട്ട് അതിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ളതുണ്ടോ, അതിൽ എന്തെങ്കിലും പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് വായിക്കാം. അതിനകത്ത് ഏറ്റവും നിങ്ങൾക്ക് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണെന്നൊന്ന് നോക്കാം. ഓക്കെ, ഒന്ന് നോക്കി നോക്കിയേ. ഇതിനകത്ത് ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഇനി ക്ലബ് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ? ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്, കുറെ സ്റ്റേറ്റ്മെന്റ് ക്ലബ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് സിമിലർ നേച്ചറുള്ള സ്റ്റേറ്റ്മെന്റുകൾ? വെറുതെ ഒന്ന് പറഞ്ഞു, ഏതൊക്കെയാണ് സിമിലർ നേച്ചറുള്ള സ്റ്റേറ്റ്മെന്റ്? നമ്മൾ ഓരോ ടെക്നിക്ക് ഉപയോഗിക്കണം. ഒരു ടെക്നിക്കിൽ നമ്മൾ ഏറ്റവും സേഫ്, ഇനി നമ്മൾ അടുത്ത ടെക്നിക്കിൽ നമ്മൾ ഉപയോഗിക്കുകയാണ് ക്ലബ് ചെയ്ത് നോക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ, ഇന്റേണലി ഓരോ സ്റ്റേറ്റ്മെന്റിലും കോൺട്രാഡിക്ഷൻ ഏതെങ്കിലും ഉണ്ടോ നോക്കി, അതും നോക്കാം. അപ്പൊ എല്ലാ സ്റ്റേറ്റ്മെന്റിലും ഇന്റേണൽ കോൺട്രാഡിക്ഷൻ ഇല്ല. ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെന്റ് തമ്മിലുള്ള കോൺട്രാഡിക്ഷൻ അല്ല, ആ സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിൽ തന്നെ ഒരു കോൺട്രാഡിക്ഷനും ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഒന്നിലും നമുക്ക് അങ്ങനെ വലിയൊരു കോൺട്രാഡിക്ഷൻ കാണുന്നില്ല വലിയ രീതിയിൽ, അല്ലെ? ഇനി കുഴപ്പമില്ല, അത് വെക്കുക. അങ്ങനെ ഓരോന്നോരോന്ന് വായിച്ചു നോക്കുക. ഇനി ഏതൊക്കെ ക്ലബ് ചെയ്യാന്നൊന്ന് വെറുതെ നോക്കാം. 2ഉം 5ഉം ക്ലബ് ചെയ്യാന്ന് പറഞ്ഞു. 2 and 5 ഈസ് ബോത്ത് ആർ ടോക്കിംഗ് അബൌട്ട്. വേറെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? 2 and 5 അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ ക്ലബിങ്? 2ഉം 3ഉം ക്ലബ് ചെയ്യാന്ന് പറയുന്നു. 2ഉം 3ഉം ആണ്. ഓക്കെ, 2ഉം 3ഉം ക്ലബ് ചെയ്യാനുള്ള റീസൺ ഒന്ന് പറയാമോ? മായ. ഓക്കെ ഓക്കെ, 2ഉം 3ഉം ക്ലബ് ചെയ്യാന്ന് പറയുന്നത്, എനിക്ക് അതിന്റെ ക്ലബ് ചെയ്യാനുള്ള റീസൺ പറയാം. ഇന്റർനാഷണൽ ഏജൻസി ആർ ദി പാർട്ണർഷിപ്പ് വിത്ത് ക്ലൈമറ്റ് ഗ്രൂപ്പ് ലോഞ്ച് ചെയ്ത ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് EP100 that brings together leading companies committed to. മനസ്സിലായില്ല, നോക്കാട്ടോ. അപ്പൊ ഇനി വേറെ ഏതെങ്കിലും ക്ലബ് ചെയ്യാൻ പറ്റുമോ? 2ലും 3ലും EP100 പറയുന്നത് കൊണ്ട് എടുത്തൂടെ ക്ലബ് ചെയ്തു? 2, 3, 4 ഇല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, 2ഉം 3ഉം അല്ല, 2, 3, 4ഉം ഇല്ല അങ്ങനെയാണെങ്കിൽ. ഓക്കെ, പിന്നെ പക്ഷെ EP100 എന്താന്ന് നമുക്ക് അറിയില്ല. വേറെ എന്തെങ്കിലും ക്ലബ് ചെയ്യാൻ പറ്റുമോ? ഒന്നുകൂടി ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കിയേ. നമ്മൾ ശരിയാക്കി എടുത്തൊരു സ്റ്റേറ്റ്മെന്റ് 4 ഇല്ലേ? ആ 4ല് ബേസിക്കലി എന്താണ്? തേർഡ് എന്താ പറയുന്നത് നോക്കിയേ. 4 എന്താ പറയുന്നത്? സം കമ്പനീസ് ആർ മെമ്പേഴ്സ് ഓഫ് EP100 whatever it is. EP100 brings together leading companies in committed to driving innovation, energy efficiency and increasing competitiveness while delivering emission reduction goals. ഓക്കെ, ഇനി ഇവിടെ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ഒരു ഇൻഡിക്കേഷനും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്തിനെ പറ്റിയായിരിക്കും? അതൊന്നും നമുക്ക് ജനറലി 5 സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുമ്പോൾ നമുക്കൊരു മിനിമം ക്ലാരിറ്റി കിട്ടും എന്തിനെ പറ്റിയാണ് ഇത് പറ്റി സംസാരിക്കുന്നത്. കാരണം വേറെ എവിടെയും സാധാരണ ക്വസ്റ്റ്യൻ എന്താ പറയാ, വിത്ത് റെസ്പെക്ട് ടു ക്ലൈമറ്റ് റിഡക്ഷൻ അല്ലെങ്കിൽ ക്ലൈമറ്റ് ഗ്രൂപ്പ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്താ ഐറ്റം എന്നുള്ളത് പോലും നമുക്കറിയില്ല. പുതിയതായിട്ട് ഓരോ സ്റ്റേറ്റ്മെന്റും നമ്മൾ കേൾക്കുകയാണ്. പക്ഷെ 5 സ്റ്റേറ്റ്മെന്റും വായിക്കുമ്പോൾ ഇതിൽ 3 സ്റ്റേറ്റ്മെന്റ് അറ്റ്ലീസ്റ്റ് ട്രൂ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് എന്തിനെ പറ്റിയായിരിക്കും സംസാരിക്കുന്നത്? ജനറൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്?
What is general idea of entire question? ഫസ്റ്റിൽ ക്ലൈമറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നു, ഇതിനകത്ത് ക്ലൈമറ്റ് ഗ്രൂപ്പ് എന്ന് വീണ്ടും പറയുന്നു. ഇവിടെ ഇന്റർനാഷണൽ എനർജി ഏജൻസി ഉണ്ട്, ക്ലൈമറ്റ് ഗ്രൂപ്പും ഉണ്ട്. ബ്രിങ് ടുഗദർ ഡിവൈഡിങ് റിഡക്ഷൻ ഓഫ് ഗോൾസ് ഓഫ് എമിഷൻ കുറയ്ക്കുന്നു എന്ന് പറയുന്നു. ഇന്ത്യൻ കമ്പനീസ് ഉണ്ട്. ഇവിടെ ഇന്റർനാഷണൽ എനർജി സെക്രട്ടറി അണ്ടർ 2 കോയിലേഷൻ എന്ന് പറയുന്നു. ഈ ഇത്രയും സ്റ്റേറ്റ്മെന്റിൽ 3 എണ്ണത്തിൽ സിമിലർ ആയിട്ട് വരുന്നു. 3 എണ്ണം അറ്റ്ലീസ്റ്റ് ശരിയാവല്ലോ. അപ്പൊ മാക്സിമം 3 സ്റ്റേറ്റ്മെന്റിലും പറയുന്ന ഒരു സാധനം വെച്ച് ഇത് എന്തിനെ പറ്റിയായിരിക്കും സംസാരിക്കുന്നത്? ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് ഇത് എന്താണെന്നല്ല പറയുന്നത്, എന്താണ് ഇതിന്റെ തീം ഓഫ് ദ ക്വസ്റ്റ്യൻ, ഏത് ഭാഗത്തു നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ആറ്റോമിക് എനർജിയെ പറ്റി ക്വസ്റ്റ്യൻ ആണോ, അതല്ല ഇത് എന്തിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്? ക്ലൈമറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലായൊന്ന് തംസപ്പ് തന്നെ. എല്ലാ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒന്നുകൂടി ഫസ്റ്റ് തൊട്ട് ഇത് പറയാണ്, എല്ലാ സ്റ്റേറ്റ്മെന്റും ഒരു ക്ലൈമറ്റ് റിലേറ്റഡ് ആയ സാധനം, റിഡക്ഷൻ ഓഫ് അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പൊ ക്ലൈമറ്റ് റിഡക്ഷനെ എങ്കിൽ എമിഷൻ റിഡക്ഷനോ ക്ലൈമറ്റിനെ പറ്റിയുള്ള എന്തോ സാധനമാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ then this is very simple. കാരണം ഇതിന്റെ ജനറൽ ആയിട്ട് നിങ്ങൾ ആലോചിക്കുക, ക്ലൈമറ്റ് റിഡക്ഷൻ അല്ലെ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെടുന്ന സാധനമാണ്. ഓക്കെ, now you said that fourth statement is correct, absolutely correct. Okay, if you are clubbing the statement 3 and 4 can be clubbed together. This is possible? Tell me, this is possible or not? Sorry, 3 and 4 എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 3 and 4 പ്രോബ്ലം വരുന്നവരൊന്ന് തംസപ്പ് തരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം തരുമോ? പ്രോബ്ലം ഉള്ളവര്, പ്രോബ്ലം ഇല്ലാത്തവര് തംസപ്പ് തരുമോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3 and 4 എന്ത് ചെയ്യണം? ഒന്നിച്ച് വരണം. ഓപ്ഷൻ എനെയും നമ്മൾ കളഞ്ഞേ, ഇതിന് രണ്ടേയും ക്ലബ് ചെയ്തു. ഇനി വേറെ ക്ലബ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത് 2 and 4 ആണ്. സോറി, 2 and 5 ആണ്. അതായത് 2 and 5 ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല, പക്ഷെ രണ്ടും ഒന്നിച്ചേ നടക്കുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, ഇതിനകത്ത് 2 and 5 ഒന്നിച്ച് വരുന്ന ആകെ ഒരു സ്റ്റേറ്റ്മെന്റ്, എല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി 2 and 5 ഒന്നിച്ച്, ഇനി നമുക്ക് നോക്കുന്നത് എല്ലാം ഒന്നിച്ച് വരുന്ന 2 and 5 വരുന്ന ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ ഇനി, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. അതുകൊണ്ട് അത് നമുക്ക് തെറ്റാനുള്ള ചാൻസ് കൂടുതലാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അത് അവിടെ മാറ്റി വെക്കുക. ഇനി നിങ്ങൾ വീണ്ടും ആ സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് വായിച്ചിട്ട് ഇവിടെ എന്തൊക്കെ കീവേഡുകൾ ഒന്ന് മാർക്ക് ചെയ്യുക. ആദ്യം ക്ലൈമറ്റ് ഗ്രൂപ്പ് is an international non-profit organization that drive climate action by building large networks and runs them. Okay, large network ഉണ്ടാക്കുന്നു. ഇതൊന്നും ശരിയാണോ നമുക്കറിയില്ല. അടുത്തത് പറയും ഇന്റർനാഷണൽ എനർജി ഏജൻസി പാർട്ണർഷിപ്പ് വിത്ത് ക്ലൈമറ്റ് ഗ്രൂപ്പ് ഇസ് എ ലോഞ്ച്ഡ് ഇനിഷ്യേറ്റീവ് IP100. ഇനി ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ, 1ഉം 2ഉം ബേസിക്കലി ഇതിനകത്ത് ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ്, 1ഉം 2ഉം എന്ത് ചെയ്യുന്നില്ല, ഒന്നിച്ച് തെറ്റുന്ന ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ 3-4 മെത്തേഡ് പറയുവാണേ. 1ഉം 2ഉം ഒന്നിച്ച് തെറ്റുന്ന ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാ ക്ലിക്ക് ചെയ്യുന്ന അതെടുക്കാം. 1ഉം 2ഉം ഒന്നിച്ച് തെറ്റുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം ഒരു ഇൻഫറൻസ് നിങ്ങൾക്ക് എടുക്കാം, ഇതിൽ ഒരു സാധനം ശരിയാണ്. എന്താണ്? ദിസ് ഈസ് എ പ്രോഗ്രാം ബൈ ക്ലൈമറ്റ് ഗ്രൂപ്പ്. കാരണം 1ഉം 2ഉം ഒന്നിച്ച് തെറ്റാത്തതുകൊണ്ട് ക്ലൈമറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതിനകത്ത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള കോമൺ ഫാക്ടർ ആണ്, അല്ലേ? യു ഗോട്ട് ദ ഐഡി. ഈ ഐഡി കത്തിയോ? എന്തുകൊണ്ടാണ് ഞാൻ ക്ലൈമറ്റ് ഗ്രൂപ്പിനെ പുറത്തെടുത്തത് എന്നുള്ളത് മനസ്സിലായോ? ഒരാൾക്ക് മനസ്സിലായി. മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം. മനസ്സിലാവാത്തവർ ഒന്നുകൂടി തംസപ്പ് വരുമോ? അതൊരു വേറൊരു ഐഡിയ ഞാൻ അതിനകത്ത്. ഓക്കെ, ഇനി നോക്കിക്കോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വേറെ എല്ലാം ഇതുവരെ പറഞ്ഞ എല്ലാം മാറ്റിക്കോട്ടോ. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ മാറ്റിക്കോ. ഇത് വേറൊരു ടെക്നിക്കാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ദ ക്ലൈമറ്റ് ഗ്രൂപ്പ് ഈസ് ആൻ ഇന്റർനാഷണൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ക്ലൈമറ്റ് ഗ്രൂപ്പ് ആണ് ഈ ഒരു സാധനം നടത്തുന്നതെന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇത് ക്ലൈമറ്റ് ഗ്രൂപ്പും പ്ലസ് ഇന്റർനാഷണൽ എനർജി ഏജൻസി കൂടിയാണ് നടത്തുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലും ക്ലൈമറ്റിനെ പറ്റി പറയുന്നു, ക്ലൈമറ്റ് ഗ്രൂപ്പിനെ പറ്റി പറയുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലും ക്ലൈമറ്റ് ഗ്രൂപ്പിനെ പറ്റി പറയുന്നു. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലും ക്ലൈമറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഇനി 1ഉം 2ഉം ഒന്നിച്ച് തെറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഇവിടെ കൊടുത്തിട്ടില്ല. പക്ഷെ 1ഉം 2ഉം ഒന്നിച്ച് വരാത്ത സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്, കണ്ടോ? അപ്പൊ അതിന്റെ അർത്ഥം ഇത് രണ്ടും ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, 1ഉം 2ഉം ഒന്നിച്ച് തെറ്റാത്തതുകൊണ്ട് ക്ലൈമറ്റ് ഗ്രൂപ്പ് ആണ് എന്തായാലും ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി ക്ലൈമറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ മനസ്സിലായോ? ഒന്നുകൂടി വേണമെങ്കിൽ ഞാൻ ഈ ടെക്നിക്ക് വേണമെങ്കിൽ അവസാനം പറഞ്ഞുതരാം. ഒന്നുകൂടി വേണമെങ്കിൽ, പക്ഷെ ഒന്നുകൂടി കേട്ടോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ക്ലൈമറ്റ് ഗ്രൂപ്പ് ആണ് ഇത് നടത്തുന്നതെന്ന് പറയുന്നു. രണ്ടാം സ്റ്റേറ്റ്മെന്റിൽ ക്ലൈമറ്റ് ഗ്രൂപ്പും ഇന്റർനാഷണൽ എനർജി ഏജൻസി കൂടിയാണ് നടത്തുന്നത് പറയുന്നു. ഇത് രണ്ടും ശരിയാണോ നമുക്കറിയില്ല. പക്ഷേ ഓപ്ഷൻസിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
ഒന്നും രണ്ടും ഒന്നിച്ച് ശരിയാവുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഒന്നും രണ്ടും ഒന്നിച്ച് തെറ്റുന്നത്, ഇത് രണ്ടും ഒന്നായിരുന്നെങ്കിൽ, ഇത് രണ്ടും ക്ലബ്ഡ് ആയിരുന്നെങ്കിൽ ഒന്നുകിൽ എന്താവണം, നമുക്കറിയാം ഇത് ഒന്നിച്ച് തെറ്റണം അല്ലെങ്കിൽ ഒന്നിച്ച് ശരിയാവണം. ഇവിടെ എന്തായാലും ഒന്നിച്ച് ശരിയാവുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പക്ഷെ ഒന്നിച്ച് തെറ്റുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഇല്ല. ഓക്കെ, ഒന്നുകിൽ ഒന്ന് തെറ്റും അല്ലെങ്കിൽ 2 തെറ്റും, അങ്ങനെ മാത്രമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ശരിയാണെന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റില്ല ക്ലബ് ചെയ്തിട്ട്, കാരണം നമുക്ക് ഇതിനെപ്പറ്റി ഒരു അറിവുമില്ല. പക്ഷെ നമുക്ക് ഒരു സാധനം മനസ്സിലായി, ഒന്നിച്ച് തെറ്റാത്തത് കൊണ്ട്, അതായത് ഐതർ ഒന്ന് ശരിയാവും അല്ലെങ്കിൽ 2 തെറ്റാവാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് കോമൺ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ക്ലൈമറ്റ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് ക്ലൈമറ്റ് ഗ്രൂപ്പ് എന്തായിരിക്കും, തന്നെയായിരിക്കും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തെന്നുള്ള ഒരു കോമൺ സെൻസ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഇനി അത് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് വിട്ടേ, വേറെ ടെക്നിക്ക് ഉണ്ട്. ഞാൻ വെറുതെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ അതിനകത്ത് കിടക്കുന്നുണ്ട്. ഇത് ക്ലിയർ ആയോ? അല്ല, ഇത് മനസ്സിലായി, ശരിക്കും മനസ്സിലായി. ഇത് മനസ്സിലാവാൻ ഇച്ചിരി ഡിഫിക്കൽട്ടാ. പക്ഷെ ഇതിനകത്ത് നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനം ഉണ്ട്. പെട്ടെന്ന് അങ്ങനെ കാണണമെന്നില്ല, പക്ഷെ ഭയങ്കര സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു മണ്ടത്തിന് അതിനകത്ത് ഉണ്ട്, ഇല്ലേ? ഇതൊന്നും ആരും ലോകത്ത് എലിമിനേറ്റ് ചെയ്തിട്ടില്ല ഇങ്ങനെയൊന്നും. ഇതൊക്കെ ഇപ്പൊ ഞാൻ കണ്ടെത്തിയ ഈ സാധനം, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. രണ്ടും കോമൺ ഫാക്ടറാ. ഓക്കെ, ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ക്ലൈമറ്റ് ഗ്രൂപ്പാണ് നമുക്ക് മനസ്സിലാവട്ടെ. അത് ഭയങ്കര കോമഡിയാണ്. ഇതിനകത്ത് അങ്ങനെ ഒരു സാധനം ഉണ്ട്, എന്തായാലും ക്ലൈമറ്റ് ഗ്രൂപ്പാണ് ഇതെന്ന് പറയുന്നത് എന്തായാലും ഉറപ്പായി, അത് ഉറപ്പാണ്. ഇന്റർനാഷണൽ എനർജി ഏജൻസി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ക്ലൈമറ്റ് ഗ്രൂപ്പ് ഉണ്ടെന്ന് 100% ഉറപ്പാണ്. ഈ ഓർഗനൈസേഷൻ എന്തായാലും ക്ലൈമറ്റ് ഗ്രൂപ്പ് ആയിരിക്കണം. ഓക്കെ, 2, അപ്പൊ നമുക്കത് നമ്മൾ വീണ്ടും ഒന്നുകൂടി വായിക്കുവാണ്. 3, EP100 ബ്രിങ്സ്, ഇതൊരു കോമൺ സ്റ്റേറ്റ്മെന്റ് ആണ്, ഇതൊരു കോമൺ സ്റ്റേറ്റ്മെന്റ് ആണ്. 3, 4 എന്തായാലും ശരിയാവും നമുക്ക് മനസ്സിലായി. ആൻഡ് ഇത് നോക്കി, ഇന്റർനാഷണൽ എനർജി ഏജൻസി ഈസ് സെക്രട്ടറി ടു അണ്ടർ 2 കോലിഷൻ. ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു അണ്ടർ 2 കോയിലേഷൻ. നിങ്ങളുടെ നോളജിൽ ഇത്രയും വെച്ചിട്ട് അണ്ടർ 2 എന്ന് പറയുന്നത് ക്ലൈമറ്റുമായി റിലേറ്റ് ചെയ്യുമ്പോൾ എന്തിനെ പറ്റി ആയിരിക്കും ആലോചിക്കുന്നത്? ക്ലൈമറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. എന്തായാലും ഇതെല്ലാ സ്റ്റേറ്റ്മെന്റും വായിച്ചപ്പോൾ ഇത് ക്ലൈമറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി, റിഡക്ഷൻ ഓഫ് ക്ലൈമറ്റ് എമിഷൻ ആണെന്ന് മനസ്സിലായി. അണ്ടർ 2 എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെടുന്നതാണ്? അണ്ടർ 2 എന്ന് പറയുന്നത് ക്ലൈമറ്റുമായി റിലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ തോന്നുന്നുണ്ടോ? അണ്ടർ 2 കോയിലേഷൻ എന്തിനെ പറ്റി പറയുന്നതായിരിക്കും അണ്ടർ 2? ആർക്കും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അണ്ടർ 2 ക്ലൈമറ്റിൽ അണ്ടർ 2 എവിടെയായിരിക്കും? അണ്ടർ 2നെ പറ്റി എന്താണ് സംസാരിക്കുന്നത്? ഇന്റർനാഷണൽ റിലേഷൻ ആണ്. ക്ലൈമറ്റ് ചേഞ്ച്, ക്ലൈമറ്റ് അണ്ടർ 2 എന്തിന്റെയോ താഴെ. ടെമ്പറേച്ചർ അല്ലേ? വാട്ട് ഈസ് അവർ ടാർഗറ്റ്? അണ്ടർ 2 ഡിഗ്രി സെൽഷ്യസ്. ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് ആവറേജ് ടെമ്പറേച്ചർ അണ്ടർ 2 ആക്കാം. അണ്ടർ 2 കൊലേഷൻ. ഗ്ലോബൽ വാങ്ങി അണ്ടർ 2 കൊലേഷൻ, ഗ്ലോബൽ വാങ്ങി അണ്ടർ 2 കൊലേഷൻ. അത് ഇന്റർനാഷണൽ എനർജി ഏജൻസി ഈസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എനർജി സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി എന്താണ് ഇന്റർനാഷണൽ എനർജി ഏജൻസി? ഇന്റർനാഷണൽ എനർജി ഏജൻസി, എനർജി സെക്യൂരിറ്റി. ക്ലൈമറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അണ്ടർ 2ന്റെ സെക്രട്ടറി ആവുന്നത്, സെക്രട്ടറി എന്നാ പറയുന്നത്. സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് ക്ലൈമറ്റിന്റെ റിഡക്ഷൻ ആണ്. മറ്റേത് എന്തിന്റെ ഓർഗനൈസേഷൻ ആണ്? ഇന്റർനാഷണൽ എനർജി പ്രൊമോട്ട് ചെയ്യാനും എനർജീനെ സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ എനർജി ഏജൻസി. അതൊരു ജനറൽ സാധനമാണ്. ആ പേര് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെസിഫർ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്തത്? ഡീകോഡിംഗ് ടെക്നിക്കാണ് യൂസ് ചെയ്തത്. ഓക്കെ, പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ഷുവറായിട്ട് ഒരു കാര്യം മനസ്സിലായി, ക്ലൈമറ്റ് ഗ്രൂപ്പാണ് ഇത്. ഇതൊരു ഗ്രൂപ്പിംഗ് ആണ്. അവരും ഇന്റർനാഷണൽ ഏജൻസി ആയിട്ടാണ് ഇത് വന്നതെന്നുള്ളത് പറയുന്നത്. ഇവിടെ തന്നെ ഒരു കോൺട്രാഡിക്ടറി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5ഉം ഇതിന്റെ റിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്താ? 2ഉം ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എടുത്തു കളയാൻ പറ്റും. 1, 3, 4 will be the right answer. And without reading anything, I can tell you this EP100 എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, ഞാൻ ഇത് ചെക്ക് ചെയ്തില്ല, പക്ഷെ നിങ്ങൾക്ക് വേണം ചെക്ക് ചെയ്ത് നോക്കാം. EP100 എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ തുടങ്ങിയത് ക്ലൈമറ്റ് ഗ്രൂപ്പ് തന്നെയായിരിക്കും. വേറൊരു ഓപ്ഷൻ അതിനകത്തില്ല. മനസ്സിലായോ? കാരണം ഇവിടെയുള്ള ഈ കോൺട്രാഡിക്ഷനിലാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, എന്തായാലും ക്ലൈമറ്റ് ഗ്രൂപ്പ് എന്ന് പറയാൻ കാരണം. പിന്നെ ഇവിടെ എന്തൊക്കെ ടെക്നിക്ക് യൂസ് ചെയ്തെന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നമ്മൾ ക്ലബ് ചെയ്തു, അതേ പറഞ്ഞാൽ മൾട്ടിപ്പിൾ ടെക്നിക്സ് യൂസ് ചെയ്യണം. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രശ്നം ഒന്നും ആക്കണ്ട. പക്ഷെ ചിലപ്പോൾ തെറ്റിപ്പോയാലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ചെയ്ത് അറ്റൻഡ് ചെയ്യണം. പക്ഷെ ഏതൊക്കെ ടെക്നിക്ക് യൂസ് ചെയ്തു നിങ്ങൾ നോക്കുക. പല മെത്തേഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതെന്തിനാ ഈ ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചിന്തിക്കാണ്ട്. ഇപ്പൊ നിങ്ങൾ കുറച്ചുകൂടി ലെവൽ കൂട്ടി കൊണ്ടുവരികയാണ്. ആദ്യം കുറച്ച് സിമ്പിൾ വലിയ സാധനത്തിലേക്ക് പോകാം നമ്മൾ. അപ്പം ബേസിക്കലി നമ്മൾ എന്തൊക്കെ ചെയ്തു? ഇവിടെ നമ്മൾ ഫസ്റ്റ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ജനറൽ സ്റ്റേറ്റ്മെന്റിനെ ശരിയാക്കി എടുത്തു, ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് നമ്മൾ കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കി. 3 ക്ലബ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റേറ്റ്മെന്റുകളെ ക്ലബ് ചെയ്തു, അല്ലെ? സ്റ്റേറ്റ്മെന്റുകളെ ക്ലബ് ചെയ്തു. 4 നമ്മൾ നോക്കിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് വേർഡ് കൺസ്ട്രക്ട് ചെയ്ത് നോക്കി. ഓക്കെ, ഇതൊക്കെ നമ്മൾ വേർഡ് ഡീകൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ചെയ്തത്.
5 നമ്മൾ മിനിമം പോസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് കൂടി പോയി. അതായത് ഇത് രണ്ടും വായിച്ചതിന് ശേഷം നമ്മൾ ഏറ്റവും മിനിമം എന്തായിരിക്കണം എന്നുള്ളതിൽ നമ്മൾ ഉറപ്പിക്കാൻ, നമുക്ക് എക്സാം ഹോളിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റി അത് ക്ലൈമറ്റ് ഗ്രൂപ്പ് എന്തായാലും അതിനകത്ത് ശരിയാന്നുള്ളത്. അത് ഭയങ്കര അച്ചീവ്മെന്റ് അല്ലേ? മിനിമം പോസിബിലിറ്റിയിലേക്ക് നമ്മൾ എന്തായാലും പോയി. 5 സാധനങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഉത്തരം കണ്ടെത്തിയത്. കാരണം ഈ ചോദ്യം ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ആണ്, കമ്പാരിറ്റീവ്ലി ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ആണ്, കുറെ പേര് തെറ്റിച്ച ക്വസ്റ്റൻ ആണ്. പക്ഷെ എന്താണ്, നമുക്ക് ക്ഷമയുണ്ട്, സമാധാനത്തിലൂടെ നിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാൻ പാടില്ല. നിങ്ങൾ ഇനി എന്ത് ടെക്നിക്ക് പഠിച്ചാലും ആങ്സൈറ്റി പാടില്ല, ടെൻഷൻ പാടില്ല, ക്ലിയർ മൈൻഡ് ആയിട്ട് പോയി കഴിഞ്ഞാലേ UPSC പേപ്പറിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് എപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ആ പേപ്പർ എടുത്ത് എക്സാം കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങളോട് ഇതിന്റെയൊക്കെ ലോജിക്ക് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ തന്നെ കുറെ ലോജിക് കണ്ടെത്തും. ഇഫ് യു ആർ ട്രെയിൻഡ്. ഓൺലി പ്രോബ്ലം ദാറ്റ് 2 hours യു ആർ നോട്ട് ഏബിൾ ടു ഫൈൻഡ് ദ ലോജിക്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് അണ്ടർ പ്രഷർ. ഓക്കെ, ആ പ്രഷർ നിങ്ങൾ ഒഴിവാക്കണം. എന്നാൽ നിങ്ങൾ ഇരുന്ന് ഇത് തന്നെ വായിക്കാൻ വേണ്ടി ഞാൻ 4 തവണ റിപ്പീറ്റഡ് ആയിട്ട് മിനിമം വായിച്ചു അല്ലേ? കാരണം ഇത് ഏറ്റവും ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ആണ്. അപ്പൊ ഞാൻ എന്താണ് ഇത് മാറ്റി വെക്കണം. എന്നിട്ട് ഞാൻ ഇങ്ങനെ, എനിക്ക് ഒരു കാര്യം മനസ്സിലായി, UPSC എന്തായാലും അറിയാം, UPSC ഇത് ആർക്കും അറിയില്ല ഈ സാധനം. അങ്ങനെയാണ് ഇതിനകത്ത് എന്തൊക്കെയൊക്കെ ഉണ്ട്. ആ ഒരൊറ്റ വിശ്വാസത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പിന്നെയും വായിക്കുന്നത്. ഇനി ആദ്യത്തെ റൗണ്ടിൽ ഒന്നും വായിച്ചത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ എന്ത് ചെയ്യണം വെച്ചാൽ അവിടെ വെക്കണം കേട്ടോ. വെച്ചിട്ട് രണ്ടാമത്തെ റൗണ്ടിലേ ചെയ്യാവുള്ളൂ ഇങ്ങനത്തെ ക്വസ്റ്റൻ ഒക്കെ വേണമെങ്കിൽ. കാരണം ഇതിനകത്ത് ടൈം കൂടുതൽ എടുക്കും. അപ്പൊ ടൈം കൂടുതൽ എടുക്കുമ്പോൾ ഇത് അവിടെ വെക്കുക, രണ്ടാമത്തെ വേർഡ്. അപ്പൊ ആ സമയത്ത് ബ്രെയിൻ പൊതുക്കെ ഇങ്ങനെ വെറുതെ കുറച്ചുകൂടി കൂളാവും. ആദ്യം വായിച്ച ആ ടെൻഷൻ ഒന്ന് കുറച്ചുകൂടി പോയിട്ട് കൂളാവും. ആ കൂളാവുന്ന സമയത്ത് വന്ന് വീണ്ടും തിരിച്ചു ചെയ്യാം. ക്ലിയർ? ഇത് മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിക്കേ. നമ്മൾ ഇനിയും ഡിഫിക്കൽട്ടി സാധനം കൊണ്ടുവരും കേട്ടോ. ചിലത് നമ്മൾ ഇനി ചില ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇനി ലോജിക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തെറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കൊണ്ടുവരും. അത് വെറുതെ നമ്മൾ ഒരു മാജിക് കാണിച്ചിട്ട് കാര്യമില്ല. ഇനി എന്ത് സാധനം കാണിക്കും, സാധനം നമ്മൾ ലോജിക്ക് ചെയ്യും. എന്റെയും തെറ്റും നിങ്ങളെയും തെറ്റും. ലോജിക്ക് വെച്ചാൽ എല്ലാവരും തെറ്റും. പക്ഷെ അതൊരു കുഴപ്പമില്ല, തെറ്റിയാലും ഒരു പ്രശ്നമില്ല. കാരണം അങ്ങനത്തെ 1-2 ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. അത് തെറ്റുന്നത് നമുക്ക് ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന കോസ്റ്റാണ്. പക്ഷെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കറക്റ്റായി കിട്ടും. നമ്മൾ തെറ്റിക്കും, എടുക്ക്. നമ്മൾ റിയാലിറ്റി വെച്ചിട്ട് കളിച്ചിട്ടുള്ളൂ. 200 നമ്മൾ ശരിയാക്കണ്ട കേട്ടോ. ഫൈൻ. അടുത്തത്, വിത്ത് റെഫറൻസ് ടു ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ വായിച്ചോ, ഞാൻ കുറച്ച് വായിക്കും. ശരിക്കും ഉണ്ടല്ലോ, UPSCന്റെ എല്ലാ ക്വസ്റ്റിനും വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ ഭയങ്കര കൂളായിട്ട്, അത് ഈ കൂൾനെസ് ആണ് നമുക്കുള്ള പ്രശ്നമുണ്ട്. കൂളായി വായിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു മണ്ടത്തരങ്ങളാണ് UPSC അതിനകത്ത് നമ്മൾക്ക് അങ്ങനെ പറയുന്നത്. നമ്മൾ ആ വായിക്കുമ്പം ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നത്, നമ്മൾ ഭയങ്കര നെഗ്ലക്റ്റ് ആയി വായിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ ശീലം എപ്പോഴും നല്ല കെയർഫുൾ റീഡർ ആണേ, എല്ലാ വേർഡും അങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് ആലോചിച്ച്, കോമൺ സെൻസ് ഒക്കെ ഒന്ന് ആലോചിച്ച് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് ബാർ കൗൺസിലിനെ പറ്റി അറിയില്ല, അല്ലെങ്കിൽ ലോയേഴ്സിനെ പറ്റി അറിയില്ല, അപ്പൊ എന്തൊക്കെ നിങ്ങളെ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ വേറൊരു ഓപ്ഷൻ വെറുതെ ഒരു ജനറലായിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാതെ തന്നെ ഇതിനകത്ത് ചെയ്യാനുള്ള സാധനമുണ്ട്. അല്ലെങ്കിലും നിങ്ങളെ ഫ്രണ്ട്സ് ലോയേഴ്സ് ആയവരുണ്ട്, അവന്മാരെന്തായിരുന്നു ചെയ്തത്, അവന്മാരെന്തെങ്കിലും ചെയ്തോ. അതേപോലെ തന്നെ ബാർ കൗൺസിൽ ആണ് ലീഗാലിറ്റി എന്ന് പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളെ പറ്റി ആലോചിക്കും. കുറെ ഹയർ എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, അവരൊക്കെ ആരെന്തൊക്കെയായിരിക്കും, നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ തന്നെ പഠിച്ചതിൽ പല സാധനങ്ങളും നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അങ്ങനെയൊക്കെ പറയുന്നു. ഫൈൻ. ഇനി question, with reference to India, consider the following statement. Government law officers and legal firms are recognized as advocates, but corporate lawyers and patent attorneys are excluded from recognition as advocates. Second, Bar Council have the power to lay down the rules relating to legal education and recognition of law colleges. ഇതാണ് 2 സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടോ? അരവിന്ദിന് 2 പറയുന്നു, ബാക്കി എല്ലാവരും 1 പറയുന്നു. വേറെ ബാക്കിയുള്ളവര് 2 ഒന്നും പറയാത്തവര്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 2 അർജുനും 2 പറയുന്നു. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അർജുനെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലെ പ്രോബ്ലം എന്താണെന്നൊന്ന് പറയാമോ? എഡ്യൂക്കേഷന്റെയും ലോ കോളേജസിന്റെയും കാര്യം റെഗുലേറ്റ് ചെയ്യാൻ ബാർ കൗൺസിൽ ആണോ എന്ന് എനിക്കൊരു ഡൗട്ട്. ബാർ കൗൺസിൽ എന്താ പഠിച്ചേ? മീൻസ് എന്താ ഡിഗ്രി ചെയ്തേ?
ഞാൻ ഡിഗ്രി ഫിസിക്സ്. ഓക്കെ, ഫിസിക്സ് അല്ലേ. അപ്പൊ അത് എന്തിനാണല്ലോ വരുന്നത്? യൂണിവേഴ്സിറ്റിയോ? UGC അല്ലേ? UGC. യൂണിവേഴ്സിറ്റി. ഓക്കെ, UGC. ഓക്കെ ഓക്കെ ഓക്കെ. അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടോ? ഉണ്ട്. ഇവര് അഡ്വക്കേറ്റ് ആയിട്ട് ഇവര് ഫോട്ടോ ഇടുന്ന ഒരു ഇൻസിഡന്റ് എന്താ പറയുക? അഡ്വക്കേറ്റ് ആവുന്നതിൽ ഫസ്റ്റ് ഇൻസിഡന്റ് അവര് ബാർ കൗൺസിൽ രജിസ്റ്റർ ചെയ്യുന്ന ഹൈക്കോർട്ടിൽ നിന്നാണ് അല്ലേ? ഹൈക്കോർട്ടിൽ മേടിക്കുന്ന ബാർ കൗൺസിൽ. അപ്പൊ അതിന്റെ സർട്ടിഫിക്കേഷൻ അവര് കൊടുക്കുന്നത് എന്തിനാ? ഹൈക്കോർട്ടിൽ പോയി കൊടുക്കുന്നത് എന്താ? അപ്പോഴല്ലേ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, അപ്പോഴല്ലേ അഡ്വക്കേറ്റ്സ് ആവത്തുള്ളൂ. രജിസ്റ്റർ ചെയ്യുന്നു, പക്ഷെ ആ സർട്ടിഫിക്കേഷൻ ബാർ കൗൺസിൽ വഴിയാണ് കൊടുക്കുന്നത്. ബാർ കൗൺസിൽ വെച്ച് കൊടുക്കാനുള്ള ഒരു റീസൺ, ബാർ കൗൺസിലാണ് അതിലെ എഡ്യൂക്കേഷൻ അത് മാനേജ് ചെയ്യുന്നത്. ബേസിക്കലി ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് ഡോക്ടർ നന്ദ ഡോക്ടർ അല്ലേ? MBBSന്റെ എഡ്യൂക്കേഷൻ ആരാ മാനേജ് ചെയ്യുന്നത്? കുഹാസ്. ഏതാ യൂണിവേഴ്സിറ്റിയിലെ സർ ഉദ്ദേശിച്ചത്? കുഹാസ് അല്ല. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് ബേസിക്കലി മെഡിക്കൽ എഡ്യൂക്കേഷൻ റെഗുലേറ്റ് ചെയ്യുന്നത്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആരാ നോക്കുന്നത്? BTech, AICT, ഓൾ ഇന്ത്യ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കൗൺസിൽ. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള എന്താണ്? ഓക്കെ, ആർക്കിടെക്ചർ പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ആർക്കിടെക്ചറിന്റെ എഡ്യൂക്കേഷൻ കൗൺസിൽ ആർക്കിടെക്ചർ കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇനി സ്പെഷ്യലൈസ്ഡ് എഡ്യൂക്കേഷൻ എല്ലാം ചെയ്യുന്നത് ആ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് ആ എഡ്യൂക്കേഷൻ കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ബേസിക്കലി ഇനി രണ്ട് കാര്യമുണ്ട്. ഈ ക്വസ്റ്റ്യൻ വന്നത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, അതായത് കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഈ എഡ്യൂക്കേഷൻ റൂൾ മാറ്റണം എന്നൊരു റെക്കമെൻഡേഷൻ UGCന്റെ അണ്ടറിൽ കൊണ്ടുവരണമെന്ന് UGC ഒരു അഭിപ്രായം പറഞ്ഞു ആ വർഷം. അതുകൊണ്ടാണ് ഇത് ബേസിക്കലി ആ ക്വസ്റ്റ്യൻ വരാനുള്ള കാരണം. അന്നേരം ഇവർ തമ്മിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കി. അത് പാട്ടെ, വാട്ടർ ഇറ്റ് ഈസ് ഫസ്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് അതിനെക്കാട്ടും അർജുന അത് അവിടെ നിന്നോട്ടെ, പക്ഷെ ഒന്നുകൂടി തെളിച്ച് വായിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ ശരിക്കും? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞവരൊന്ന് പറഞ്ഞു നോക്കി, എന്തുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലുള്ള പ്രോബ്ലം? രണ്ടാം സ്റ്റേറ്റ്മെന്റ് അവിടെ കിടക്കട്ടെ. പറഞ്ഞോട്ടെ സാർ. പറഞ്ഞു. ഗവൺമെന്റ് ലോ ഓഫീസേഴ്സിനെ ലീഗൽ ഫിംസിനെ മാത്രമേ അഡ്വക്കേറ്റ്സ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നു പറഞ്ഞു. അത് അവർ അഡ്വക്കേറ്റ്സ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യും, ബട്ട് കോർപ്പറേറ്റ് ലോയേഴ്സിനെ പേറ്റന്റ് അറ്റോർണീസിനെയും അഡ്വക്കേറ്റ്സ് ആയിട്ട് റെക്കഗ്നൈസേഷൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് തെറ്റല്ലേ? കാരണം അവര് പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് ഉറപ്പായിട്ടും അങ്ങനെ ഒരു സംഭവം ആയിരിക്കുമല്ലോ, റെക്കഗ്നേഷൻ അങ്ങനെയൊന്നുമില്ലേ വരിക എഫക്സിലും? അഡ്വക്കേറ്റേഴ്സിനെ നിങ്ങൾ എന്താ വിളിക്കുക? അഡ്വക്കേറ്റ്സ്, ലോയേഴ്സ്. They are lawyers. ഇവരെന്താ വിളിക്കുക? മീൻസ് ഒന്നും അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് വെറുതെ ഒരു ലോജിക്ക് പറയാം. അഡ്വക്കേറ്റ്സ് നമ്മൾ ലോയേഴ്സ് എന്ന് വിളിക്കുന്നു, എന്നിട്ട് അവർ തന്നെ പറയാണ് കോർപ്പറേറ്റ് ലോയേഴ്സ്. They are already saying that they are lawyers. And patent attorneys. Attorneys again another word for synonym of advocates. So lawyers, attorneys and advocates are the same one, are the same words. Okay, are excluded from the technical difference വലിയ രീതിയില്ല, from excluded from recognition. ബേസിക്കലി എന്താണ് പറയുന്നത്? ആ സ്റ്റേറ്റ്മെന്റ് തന്നെ ഇന്റേണലി കോൺട്രാഡിക്ഷൻസ് ഉണ്ട് അല്ലെ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ലോ ഓഫീസേഴ്സ് ആൻഡ് ലീഗൽ ഫേംസ് ആർ റെക്കഗ്നൈസ്ഡ് ആസ് അഡ്വക്കേറ്റ്സ്, ബട്ട് കോർപ്പറേറ്റ് ലോയേഴ്സ്, ലോ ഫേംസ് എന്ത് ചെയ്യുന്നു? ലീഗൽ ഫേംസിനെയും അതേപോലെ ഗവൺമെന്റ് ലോ ഓഫീസേഴ്സിനെയും ഒക്കെ അഡ്വക്കേറ്റ്സ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തു. പക്ഷെ ആര് അഡ്വക്കേറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തില്ല? ശരിക്കുള്ള കോർപ്പറേറ്റ് അഡ്വക്കേറ്റേഴ്സിനെയും പേറ്റന്റ് അറ്റോർണീസിനെയും അഡ്വക്കേറ്റ് റെക്കഗ്നൈസ് ചെയ്തില്ല എന്ന് പറയുന്നത് റോങ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കില്ലേ? ഇന്റേണലി കോൺട്രാഡിക്ഷൻ ഇല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്മെന്റും തമ്മിൽ ഒരു പ്രോബ്ലം ഫീൽ ചെയ്യുന്നുണ്ടോ ഇപ്പം? അർജുന് തോന്നുന്നുണ്ട്? അർജുനെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തോ പ്രശ്നമില്ലേ? ആരൊക്കെ രണ്ട് പറഞ്ഞു? അർജുൻ, അരവിന്ദ്. ഏറ്റവും മോശം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എനിക്ക് തോന്നിയായിരുന്നു, പക്ഷെ അത് ഭയങ്കര കൺഫ്യൂസിങ് ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതെ, ബാർ കൗൺസിൽ കുറച്ചുകൂടി ടെക്നിക്കലാണ്, പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും കുറച്ചുകൂടി എന്താണ് ഈസി ആയിട്ട് നമുക്ക് ലോയേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഒഴിവാക്കാം. കാരണം ലോ ഓഫീസേഴ്സും ലീഗൽ ഫേംസും അഡ്വക്കേറ്റ്സ് ആണ്. പക്ഷെ കോർപ്പറേറ്റ് ലോസ്, ലീഗൽ ഫേംസ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ലോയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ലീഗൽ ഫേമിന്റെ പാർട്ടായിരിക്കും. ആ ലീഗൽ ഫേം വരെ അതിനൊന്നും അറിയില്ലെങ്കിലും ഈ രണ്ട് ഭാഗം തമ്മിൽ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്മെന്റും കോൺഫ്ലിക്റ്റിംഗ് ടു ഈച്ച് അതർ ആണ്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് എന്തായാലും റോങ് ആയിരിക്കും. ഇനി രണ്ടാം സ്റ്റേറ്റ്മെന്റ്, ബാർ കൗൺസിൽ ഹാസ് ദ പവർ ടു ലേ ഡൗൺ ദ റൂൾസ് റിലേറ്റിംഗ് ടു ദ ലീഗൽ എഡ്യൂക്കേഷൻ ആൻഡ് റെക്കഗ്നിഷൻ ഓഫ് ലോ കോളേജ്.
അതായത് ബാർ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒന്ന് ഇത് കറണ്ട് അഫയേഴ്സ് ആയിരുന്ന സമയത്ത്, പിന്നെ ഇങ്ങനെയുള്ള ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഒക്കെ ആ ടെക്നിക്കൽ ബോഡീസ് ആണ് എന്ത് ചെയ്യുന്നത്, ആക്ച്വലി റെഗുലേറ്റ് ചെയ്യുന്നത്. കാരണം ബാർ കൗൺസിലിനെ അറിയുള്ളൂ അതിനെന്തൊക്കെ കൃത്യമായ, ഈവൻ ലോയേഴ്സിന്റെ കുറെ സാധനങ്ങൾ ബാർ കൗൺസിൽ ഈസ് ഈവൻ സം പ്ലേസസ് ജഡ്ജസിനെക്കാട്ടും എന്താണ് ബേസിക്കലി സ്ട്രോങ് ഫുൾ ആണ് ഇന്ന് കൗൺസിലിന് വരുന്ന സമയത്ത്. ഓക്കെ, ബാർ കൗൺസിലാണ് ആക്ച്വലി ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത്. അതൊരു ജനറൽ കറണ്ട് അഫയേഴ്സ് ആണ്. പക്ഷെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും റീസൺ, നിങ്ങൾക്ക് ആണെങ്കിൽ എഡ്യൂക്കേഷൻ ഇവർ ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ അതൊരു കറണ്ട് അഫയേഴ്സ് ആണ്, അതുകൊണ്ട് ഞാൻ അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് 50-50 നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, വരാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വാദിക്കാൻ, പൊതുവെ റോങ് ആണെന്ന് വാദിക്കാൻ വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ നിങ്ങൾക്ക്? ബാർ കൗൺസിൽ നിങ്ങൾ എന്തായാലും ആ വർഷം വായിക്കൂട്ടോ, ഭയങ്കര പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആയിരുന്നു അത്. ഇനി ബാർ കൗൺസിൽ ഹാസ് ദ പവർ ടു ലേ ഡൗൺ ദ റൂൾസ് ആൻഡ് റെഗുലേറ്റിംഗ് റിഗാർഡിംഗ് ആൻഡ് ലോ കോളേജസ്. ബേസിക്കലി ഈ പറഞ്ഞ പോലെ MBBS മെഡിക്കൽ എഡ്യൂക്കേഷൻസ് ഇവർ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അല്ലെങ്കിൽ നാഷണൽ മെഡിക്കൽ കൗൺസിലിന്റെ അണ്ടറിലാണ് ബേസിക്കലി റെക്കഗ്നിഷൻ വരുന്നത്. അതേപോലെ തന്നെ ആർക്കിടെക്ട്സ് ആണെങ്കിൽ ആർക്കിടെക്ചർ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. AICT ആണ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ ഇത് നോക്കുന്നത്. അങ്ങനെ ഓരോരുത്തർക്ക് UGC ആണ് അതർ എഡ്യൂക്കേഷൻ നോക്കുന്നത്. അപ്പം ഒരു ജസ്റ്റ് ജനറൽ അത് ജനറലായിട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചവരുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാവും അവരുടെ ലോ ഡിഗ്രി മേടിക്കുന്നത് ഈ എൻറോൾമെന്റ് കഴിഞ്ഞിട്ട്, എൻറോൾമെന്റ് മുമ്പ് ഈ ലോ ഡിഗ്രി ഒക്കെ മേടിക്കുന്ന സമയത്ത് ഇവർ ഈ കൗൺസിലുമായി ബാർ കൗൺസിലുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻസ് നോക്കുക. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു അറ്റ്ലീസ്റ്റ് 3 സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കണം. അങ്ങനെയൊക്കെ ഓരോ മെത്തേഡിൽ നോക്കണം. വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആണ്. വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഇട്ടേച്ച് പോരുത്. കാരണം എന്താണ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം അതിനകത്ത് ഉണ്ടാവും. പക്ഷെ നമ്മൾ കണ്ണ് തുറന്ന് നമ്മൾ അറിയുന്ന ഓരോ, ഞാൻ എന്തിനാ ഈ ടെക്നിക്കുകൾ നിന്ന് എടുത്ത് ഇങ്ങനെ പേര് പറയുന്ന അറിയും. ടെക്നിക്കൽ പേരില്ലാതെ നമുക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് മറന്നു പോകും നമ്മൾ ഏതാ ടെക്നിക്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്മൾ മറന്നു, അയ്യോ പെട്ടെന്ന് ടെൻഷനല്ലേ. അപ്പൊ ടെക്നിക്കലിന്റെ പേര് പഠിച്ചു വെച്ചാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ അറ്റ്ലീസ്റ്റ് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ നോക്കട്ടെ, ക്ലബ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, സേഫ് ബെറ്റ് ഉണ്ടോ നോക്കട്ടെ. അങ്ങനെ നമുക്ക് ഓരോന്നോരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പേര് പറയുന്നത്. ഓക്കെ, അല്ലാതെ അതൊന്നും പേര് പറയണമെന്നില്ല. നമ്മൾ ഓരോന്ന് വായിച്ച് എലിമിനേറ്റ് ചെയ്തിട്ടും ചെയ്യാം. പക്ഷെ പേരുണ്ടെങ്കിൽ നമ്മൾ ഈ ടെൻഷന്റെ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ പെട്ടെന്ന് ഓക്കെ വേർഡ് ഡീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പേര് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അങ്ങനെ ഒരു പേര് വെച്ച് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ് അങ്ങനെ ഫോളോ ചെയ്യാം. സർ ഒരു കാര്യം പറഞ്ഞോട്ടെ. കഴിഞ്ഞ 5 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ചോദിക്കണമെന്ന് തോന്നിയതാണ്. അതായത് ഒരു കൈൻഡ് ഓഫ് എലിമിനേഷൻ ഞാൻ മുമ്പ് വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഈ 5 സ്റ്റേറ്റ്മെന്റ്സ് വരുവാണെങ്കിൽ എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരിക. ഫോർ എക്സാമ്പിൾ ഓൺലി 5 സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ 3 സ്റ്റേറ്റ്മെന്റ്സ്. ഇല്ല അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. UPSC അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല. ഇതിപ്പം പണ്ട് വേറൊരു IPS ഓഫീസർ ഉണ്ടല്ലോ, റിട്ടയർ ആയിട്ടുള്ള, ഭയങ്കര ബുദ്ധിയുള്ള ഭയങ്കര നോളജ് ഉള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ആളാണ്, അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയി കണ്ണാടിയൊക്കെ ഇങ്ങനെ, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ട് കണ്ണാടിന്റെ ഇവിടെ അലക്സാണ്ടർ ജേക്കബ് സാർ പറയുന്ന പോലെയാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓപ്ഷൻ എഴുതിയിട്ട് ആദ്യത്തെ ഒന്നിൽ മൊത്തം നിങ്ങൾ പുള്ളി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ അറിയുന്ന മൊത്തം അറ്റംപ്റ്റ് ചെയ്യുക. അറിയുന്നത് നിങ്ങൾക്ക് 20 എണ്ണേ ഉള്ളൂ കേട്ടോ, അതൊന്നാമത്തെ കാര്യം. ബാക്കി 80 എണ്ണം, 20 എണ്ണത്തിൽ നിങ്ങൾ എണ്ണുക. എത്ര കുത്തി, ഇപ്പൊ 10 എണ്ണം കുത്തി എന്ന് വിചാരിക്കുക. ബാക്കി എന്തുണ്ട്, മൊത്തം 100 ക്വസ്റ്റ്യൻ. അപ്പൊ 33 33B 33C 34D. ഇനി ബാക്കി എന്ത് ചെയ്താൽ മതി, അങ്ങ് കറപ്പിച്ചാൽ മതി ഇതിന്റെ ഒരു റേഷ്യോ നോക്കിയിട്ട്. അപ്പൊ മാക്സിമം ശരിയാവാനുള്ള പോസിബിലിറ്റി കിട്ടും. ഇങ്ങനെയുള്ള ഒരുപാട് മിത്തുകളും ഇല്ലോജിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളും നമ്മൾ പറയും ദീസ് കനോട്ട് ബി ഫോളോഡ് unless and until it is rational. These are not rational, these are myths which means നമുക്ക് വിശ്വാസങ്ങളുള്ളവർക്ക് അങ്ങനെ വിശ്വസിക്കാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല, മീൻസ് this is not going to work. അങ്ങനെ വർക്ക് ചെയ്യില്ല, അങ്ങനെ വിചാരിക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു സാധനം ഇല്ല ഓൾ ദി അബോവ് സയൻസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ആവും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. 2012 വരെ കറക്റ്റും ആണ്. പക്ഷെ UPSC is evolving. UPSC is so much evolving. UPSC അങ്ങനത്തെ ഒരു മണ്ടത്തരം കാണിക്കില്ല. UPSC ഒരു മണ്ടനല്ല. UPSC അറിഞ്ഞുകൊണ്ട് സാധനം ഇടും. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഇടും കേട്ടോ. അപ്പൊ അതൊരിക്കലും നിങ്ങൾ വിചാരിക്കുക, അങ്ങനത്തെ നോഷൻസ് ഒന്നും വിചാരിച്ച് കറക്കി കുത്തരുത് കേട്ടോ. അങ്ങനെ കുറെ സാധനങ്ങൾ ഓൺലൈനിലുണ്ട്. പല സാധനങ്ങൾ ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ ഓഡ് നമ്പർ എടുത്തോ. ഇപ്പൊ ഈ റിലീജിയസ്ലി ഓഡ് നമ്പറിന് ഭയങ്കര ഇമ്പോർട്ടൻ്റാ.
താങ്ക് യു സർ. കാരണം കുറെ PDF ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് എലിമിനേഷൻ ടെക്നിക്സ്. കുറെ സാധനം എനിക്ക് ഞാൻ നന്ദനെ കുറ്റം പറഞ്ഞല്ല, ഇത് കുറെ ഉണ്ട് അങ്ങനെ, കുറെ മിത്ത് ഉണ്ട്. ഇതൊക്കെ നിങ്ങളെ തലയിൽ കയറാതിരിക്കാൻ വേണ്ടിട്ട് പിന്നെ അതിനെ പറ്റി ഒന്നും മിണ്ടാത്ത. ഓക്കെ, ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ഇതിനകത്ത് എടുക്കുന്ന ഓപ്ഷൻ എടുക്കുന്ന ഇൻഫറൻസ് നിങ്ങളൊന്ന് എടുത്ത ആദ്യം. അറ്റ്ലീസ്റ്റ് എന്താണ് 3 കറക്റ്റ് ആണ്. ഇനിയിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാരും ചിന്തിക്കും ഈ നന്ദ പറഞ്ഞ പ്ലാൻ ശരിയാണോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കും കേട്ടോ. അതൊന്നും ചെയ്യല്ലേ, മീൻസ് അത് നിങ്ങൾക്ക് അറിയാതെ നമ്മൾ കോൺഷ്യസിലെ ചെക്ക് ചെയ്യും. ഓ ശരിയാണല്ലോ, അങ്ങനെയൊക്കെ തോന്നും. 1 2 3 4 ഉത്തരം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ ഇപ്പൊ? ഓക്കെ ഫൈൻ. ലെറ്റ്സ് സേ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, വിയറ്റ്നാം ഹാസ് ബീൻ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി ഇൻ ദ വേൾഡ്. One of the fastest growing economy in the world in the recent years. Vietnam is led by multiple party political system. Vietnam economic growth is linked to its integration with the global supply chain and its focus on export. For a long time, Vietnam's low labor cost and stable exchange rates have attracted global manufacturers. And fifth statement, Vietnam has the most productive e-service sector in the Indo-Pacific region. These are the 5 statements. ഇനി ഇതിനകത്ത് ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഇനി നിങ്ങൾ എലിമിനേറ്റ് ചെയ്യുക, ഏറ്റവും എക്സ്ട്രീം ആയി തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാനൊക്കെ തോന്നുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാ? 2 പറയുന്നു അർജുൻ, നന്ദ 5 പറയുന്നു, ഗൗതം 5 പറയുന്നു, മായ 5 പറയുന്നു. എന്തുകൊണ്ട് 5 ഒഴിവാക്കിയെന്ന് ഒരാൾ പറയാവോ? 2ഉം 5ഉം പറയുന്നു. 5 അപ്പൊ മോസ്റ്റ് ഓഫ് ദ പറയുന്നത്. അർജുൻ പറയുന്നത് 2 അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞു, ഓരോരുത്തർ നോളജ് ലെവൽ അനുസരിച്ച് ഓരോന്ന് മാറും. ആദ്യം പറയുന്നത് ഏതാന്ന് പറയുന്നത്. ഓക്കെ, അരവിന്ദനും 2, ഇറ്റ്സ് ഫൈൻ. 5 എലിമിനേറ്റ് ചെയ്യാനുള്ള റീസൺ ഒരാൾ പറയോ? മോസ്റ്റ് റീസൺ. ഓക്കെ, 5 എലിമിനേറ്റ് ചെയ്യാനുള്ള റീസൺ. വൈ യു ആർ എലിമിനേറ്റഡ് 5? ഓപ്ഷൻ നോക്കിയപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായില്ല, അത് ഞാൻ പറഞ്ഞല്ലോ അല്ലെ, അറ്റ്ലീസ്റ്റ് 3 ആണ് ശരി. അപ്പൊ 2 എന്തായാലും തെറ്റാണ്. ഇതിനകത്ത് ബേസിക്കലി ഇത് നോക്കിക്കേ, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി ഇൻ ദ വേൾഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല, ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും നമുക്ക് അത് തോന്നാത്തത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് ഈസ് ദ മോസ്റ്റ് ഫാസ്റ്റസ്റ്റ് എന്നല്ല പറഞ്ഞിട്ടുള്ളത് അല്ലെ. എന്താ പറഞ്ഞത്? ഓക്കെ, മോസ്റ്റ് ഫാസ്റ്റസ്റ്റ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്? വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ്. സോ ഇന്ത്യ, വിയറ്റ്നാം, ഇതൊക്കെ എന്താണ്? ആസിയാൻ ടൈഗേഴ്സ് ആണ്, ആസിയാൻ കൺട്രീസ് ആണ് ഇവരൊക്കെ അല്ലെ. ഇവരൊക്കെ ഫാസ്റ്റസ്റ്റ്, വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇറ്റ് ഹാസ് ബീൻ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പം വേറെ ആളുകൾക്കും അവിടെ പോസിബിലിറ്റി ഉണ്ട്. വേറൊരാൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഞങ്ങളല്ലല്ലോ, ഇന്ത്യ അല്ലേ ഏറ്റവും ഗ്രോത്ത് എന്നൊക്കെ വേണേൽ ചിന്തിച്ചാലോ, അല്ലെങ്കിൽ ബേസിക്കലി വിയറ്റ്നാം അല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ വേൾഡിൽ നമുക്ക് വിചാരിക്കാം. പക്ഷെ കുഴപ്പമില്ല, കാരണം വൺ ഓഫ് ദി മോസ്റ്റ് ജനറൽ സ്റ്റേറ്റ്മെന്റാ. പക്ഷെ ഇവിടെ നോക്കിയാൽ മോസ്റ്റ് പ്രൊഡക്റ്റീവ് ഈ സർവീസ് സെക്ടർ, ഒന്ന് ഈ സർവീസ് ആണ്. ഈ സർവീസ് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ടെക്നോളജിക്കലി സർവീസസ് ആണ് അല്ലെ. ടെക്നോളജിക്കലി ഭയങ്കര അഡ്വാൻസ്ഡ് ആയിരിക്കണം. അത് ഇൻഡോ പസഫിക്കിലെ ഏറ്റവും പ്രൊഡക്റ്റീവാ, ഏറ്റവും കൂടുതൽ ഇതുണ്ടാക്കുന്നല്ല, പ്രൊഡക്റ്റീവാ. ഇൻഡോ പസഫിക്കിൽ ആരൊക്കെ ഉണ്ട്? സൗത്ത് കൊറിയ, ജപ്പാൻ, even Philippines have one of the largest English speaking population. If you go to any country, you can see Philippines. Okay, Philippines are one of the very English educated people. ഈ സെക്ടറിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ. സോ മോസ്റ്റ് പ്രൊഡക്റ്റീവ് എന്നാ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും 5ാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ 1 ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. ഇനി 5 കഴിഞ്ഞാൽ നിങ്ങൾ ഏത് എലിമിനേറ്റ് ചെയ്യും? നിങ്ങൾ വിയറ്റ്നാം വാർ കേട്ടിട്ടുണ്ടോ? വിയറ്റ്നാം വാർ കേട്ടവരൊന്ന് കൈവെക്കും. വിയറ്റ്നാം വാർ എന്നൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് സിനിമയിലെ കാണുന്നോണ്ടാണ് ഞാൻ അത് കേട്ടിട്ടുണ്ടോന്ന് ചോദിക്കുന്നത്. നോളജിന്റെ പാർട്ടല്ല, കേട്ടിട്ടുണ്ട്. ആരാണ് വിയറ്റ്നാം വാറിൽ അറ്റാക്ക് ചെയ്തത് വിയറ്റ്നാമിനെ? വിയറ്റ്നാം ഏത് സൈഡിലേക്കാന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ആരായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. വിയറ്റ്നാം നമ്മുടെ ഇങ്ങനെ ഉള്ള ആളാണല്ലോ. യു എസ് വിയറ്റ്നാമിനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഏത് പാർട്ടി ആയിരിക്കും? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ അറ്റാക്ക് ചെയ്യായിരുന്നു, പക്ഷെ ഇന്ത്യൻ അറ്റാക്ക് ചെയ്തില്ല. പക്ഷെ അവിടെ ഏത് പാർട്ടി ആവുന്നതുകൊണ്ടായിരിക്കും അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള സ്ഥലങ്ങളിൽ മൾട്ടി പാർട്ടി സിസ്റ്റം ആണോ പൊതുവെ നിങ്ങൾ കാണാറ്, അതോ സിംഗിൾ പാർട്ടി സിസ്റ്റം ആണോ കാണാറ്? ചൈന സിംഗിൾ പാർട്ടി സിസ്റ്റം, നോർത്ത് കൊറിയ
No party system, only one person system. Okay, so basically Vietnam is a multi-party political system എന്ന് പറയുന്നത് എന്താവാം, ഇതൊരു വളരെ ജനറലിസ്റ്റിക് നോളജ് ആണ്. ഇനി അത് അറിയില്ലെങ്കിലും നിങ്ങൾ വിയറ്റ്നാം ബാറൊക്കെ വെച്ച് ചിന്തിച്ചാലും വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി ആണ്. സോ സ്വാഭാവികമായിട്ടും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും, റോങ് ആയിരിക്കും. സെക്കൻഡും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇഫ് യു ആർ ഏബിൾ ടു എലിമിനേറ്റ് സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത്, യു ക്യാൻ ഈസിലി കം ടു ദ ആൻസർ, ദാറ്റ് ഈസ് 1, 3, 4. ഓക്കെ, ബാക്കി ഇനി അത് ഒരു കാര്യം. ഇനി അതല്ലാത്തവർക്ക്, ഇങ്ങനെ കിട്ടുന്നവർക്ക്, ഇങ്ങനെ കിട്ടിയവർ എത്ര പേരുണ്ട്, ഇങ്ങനെ എലിമിനേറ്റ് ഉത്തരത്തിലേക്ക് വന്നവരൊന്ന് തംസപ്പ് തന്നെ. ഓക്കെ, അപ്പൊ നമ്മൾ അത് ചെയ്തതിന് ശേഷം ഇത് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് 1, 3, 4 കിട്ടി. ഇനി 1, 3, 4 ശരിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് മാർക്കിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് എങ്ങനെ ചെക്ക് ചെയ്യാം? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആണെന്ന് പറയുന്നു. അപ്പൊ ദാറ്റ് മീൻസ് എക്കണോമിക് ഗ്രോത്ത് ആണ്, 1 ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ്. സെക്കൻഡ് ഞാൻ മാറ്റി നിർത്തി. എക്കണോമിക് ഗ്രോത്ത് ഈസ് ലിങ്ക് ടു ഇന്റഗ്രേഷൻ ആൻഡ് ഗ്ലോബൽ സപ്ലൈസ്. തീർച്ചയായിട്ടും എക്കണോമിക് ഗ്രോത്ത് വരണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ത് പറയുന്നു, ലിങ്ക് ടു എങ്ങനെയാ വന്നിട്ടുള്ളതാണ് വരാൻ കാരണം ഗ്ലോബൽ സപ്ലൈ ചെയിനുമായിട്ട് വന്നതുകൊണ്ടാണ്. ഗ്ലോബൽ സപ്ലൈ ചെയിൻ എന്ന് പറയുമ്പോൾ ഗുഡ്സ് അല്ലേ, ഗ്ലോബൽ സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്. സോ അതുമായിട്ട് വന്നത്. അപ്പം ഗ്രോത്ത് ഉണ്ടാവാൻ റീസൺ എന്താണ്, ഗ്ലോബൽ സപ്ലൈ ചെയിൻ ആണ്. ആൻഡ് ഫോർ ലോങ് ടൈം ഗ്ലോബൽ സപ്ലൈ ചെയിൻ. അപ്പൊ ഇതെന്താണ്, ഗുഡ്സ് ആണ്. ലോ കോസ്റ്റ് ലേബർ, ദാറ്റ് മീൻസ് മാനുഫാക്ചറിംഗ് സെക്ടർ തന്നെയാണ്. സ്റ്റേബിൾ എക്സ്ചേഞ്ച് കറൻസി സിസ്റ്റം, എക്സ്പോർട്ട് ലെഡ് എക്കണോമി ആണെന്ന് മനസ്സിലായി. കറൻസി സിസ്റ്റം സ്റ്റേബിൾ ആകുമ്പോൾ എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി എക്സ്പോർട്ടിനെ പറ്റി ആയിരിക്കും സംസാരിക്കുന്നത്. ലോ വേജസ്, വീണ്ടും ഗുഡ്സ് ആണ്. ഓക്കെ, അപ്പം 1, 2, 3 കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, പോകുന്നുണ്ട്. എന്നാൽ 4 എന്നിട്ട് 5th എടുത്ത് നോക്കിക്കേ, അതും എന്നാ എക്കണോമിക് ഗ്രോത്തിനെ പറ്റി പറയാലോ. പക്ഷെ നോക്കിക്കേ, 4th എന്താണ് പറയുന്നത്, ഈ സർവീസ് കൊണ്ടാണ് ഗ്രോത്ത് വന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1, 2, 3 ആയിട്ട് 5th സ്റ്റേറ്റ്മെന്റ് പോവോ, ക്ലബ് ചെയ്യാൻ പറ്റുമോ? 1, 2, 3, 5 ക്ലബ് ചെയ്യാൻ പറ്റുമോ? കാരണം 1 പറയുന്നു ഏറ്റവും ഗ്രോത്ത്. ഓക്കെ, 1ഉം 5ഉം വേണേ ക്ലബ് ചെയ്യാം, സർവീസ് സെക്ടറിൽ നിന്ന് വേണേ ഗ്രോത്ത് വരാം. പക്ഷെ നോക്കിക്കേ, 3 ആയിട്ട് ക്ലബ് ചെയ്യാൻ പറ്റില്ല, 4 ആയിട്ടും ക്ലബ് ചെയ്യാൻ പറ്റില്ല. കാരണം 3 and 4 ഈസ് ടോക്കിംഗ് അബൌട്ട് ഗുഡ്സ് ആൻഡ് 5th സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾ അബൌട്ട് സർവീസ്. കാരണം എന്താണ്, 3 ഈസ് ടോക്കിംഗ് അബൌട്ട് ലിങ്ക് ടു ഇന്റഗ്രേഷൻ ഓഫ് ഗ്ലോബൽ സപ്ലൈ ചെയിൻ, ദാറ്റ് മീൻസ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ആൻഡ് ഫോക്കസ് ഓൺ എക്സ്പോർട്ട് എന്ന് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി സപ്ലൈ ചെയിൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇവിടെ എക്സ്പോർട്ട് എന്നുള്ള വേർഡും ഉണ്ട്. ആൻഡ് 4th സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾ ടോക്കിംഗ് അബൌട്ട് ലോ വേജസ്. ലോ വേജസ് ഈസ് ടോക്കിംഗ് അബൌട്ട് വേർ മാനുഫാക്ചറിംഗ് സെക്ടർ ആൻഡ് സ്റ്റേബിൾ എക്സ്ചേഞ്ച് റേറ്റ്. ദാറ്റ് അഗെയിൻ എന്താണ്, എക്സ്പോർട്ടിന് വേണ്ടിയിട്ടാണ് സ്റ്റേബിൾ എക്സ്ചേഞ്ച് റേറ്റ് വേണ്ടത്. സോ 1, 2, 3 ഈസ് ക്ലബ്ഡ്. ആൻഡ് അതുകൊണ്ട് തന്നെ 1, 3, 4 ഈസ് ക്ലബ്ഡ്. പക്ഷെ 5th ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് വേറെ ഒന്നിനെയും വെച്ച് ക്ലബ് ചെയ്യാനും പറ്റില്ല. അങ്ങനെയും നിങ്ങൾക്ക് 5th ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പൊ 2 രീതിയിൽ എലിമിനേറ്റ് ചെയ്യാം. ഐ എം ടോക്കിംഗ് അബൌട്ട് മൾട്ടിപ്പിൾ മെത്തേഡ്. ഈ മെത്തേഡ് നിങ്ങൾക്ക് ഓക്കെ തോന്നിയ എത്ര പേരുണ്ട്, ഒന്ന് തംസപ്പ് തന്നെ. രണ്ടാമത്തെ മെത്തേഡ്. ആൻഡ് ദിസ് ഈസ് വെരി ഓഡ് വൺ. ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഈ 1, 3, 4 ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഈ 2 ഓഡ് 1 ആണ്. പൊളിറ്റിക്കൽ സിസ്റ്റത്തെ പറ്റിയാണ് പറയുന്നത്. ബാക്കിയെല്ലാം സംസാരിക്കുന്ന എക്കണോമിക്കൽ സിസ്റ്റത്തെ പറ്റിയാണ്. അതുകൊണ്ട് ഇതും ഓഡ് 1 ആണ്, ഇതിന്റെ കൂടെ പോവില്ല. ബാക്കിയെല്ലാം എക്കണോമിക്കൽ സിസ്റ്റം, പക്ഷേ 2 ഈസ് ടോക്കിംഗ് അബൌട്ട് പൊളിറ്റിക്കൽ സിസ്റ്റം. ദാറ്റ് ഈസ് ഒബ്വിയസ്ലി എന്താണ്, ഓഡ് 1 ആണ്. അതിനെടുത്ത് കളയാം. നിങ്ങൾക്ക് അറിയാൻ ചെയ്യാം 3 സ്റ്റേറ്റ്മെന്റ് മാക്സിമം ശരിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ 1ഉം 3ഉം 4ഉം ഒന്നിച്ചേ ശരിയാവാൻ പറ്റുള്ളൂ. ദർ ഈസ് എ ലിങ്ക്. ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വന്നത് എക്സ്പോർട്ടിൽ നിന്ന്. എക്സ്പോർട്ട് വരാൻ കാരണം ലേബർ സപ്ലൈ കോസ്റ്റ്. ഭയങ്കര സിമ്പിൾ അല്ലേ ഈ ചോദ്യം ചെയ്യാൻ? നോക്കിക്കേ, ഇതൊന്നും അറിയില്ലെങ്കിലും ചെയ്യാട്ടോ. ഞാൻ പറഞ്ഞത് ഇതൊന്നും അറിയാത്തവനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ടെക്നിക്കും എടുത്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതൊന്ന് ചെയ്തേ. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ആദ്യം എലിമിനേറ്റ് ചെയ്യും? ക്വസ്റ്റ്യൻ പ്രോപ്പർ ആയിട്ട് വായിക്കുക, ശ്രദ്ധിച്ച് വായിക്കുക. ഏത് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ആദ്യം എലിമിനേറ്റ് ചെയ്യും? ഡോക്ടർ നന്ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു. പിന്നെ ബാക്കിയുള്ളവര്, ഗൗതമും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ഈ 1 and 3 ക്ലബ് ചെയ്തൂടെ എന്ന് ചോദിച്ചത് ഏത് സ്റ്റേറ്റ്മെന്റ്? 1 and 3 ക്ലബ് ചെയ്യാം. യെസ്, എക്സാക്ട്ലി, വെരി ഗുഡ്. അതിലൂടെ 4 കൂടി ക്ലബ് ചെയ്യാം കേട്ടോ ഗൗതമൻ. ഞാൻ ഇപ്പോഴാണ് മെസ്സേജ് ശ്രദ്ധിച്ചത്. കാരണം അത് കണ്ടിന്യൂഷൻ ആണ്. 1 and 3 നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് മനസ്സിലായല്ലോ അല്ലെ? ദാറ്റ് ഈസ് ആക്ച്വലി നല്ല ലോജിക്ക്. അത് നല്ല രസമുള്ള ലോജിക്ക്. അത് ആ കണ്ടിന്യൂഷൻ നിങ്ങൾ അത് ശ്രദ്ധിച്ച് വായിച്ചിരുന്നെങ്കിൽ എല്ലാം എക്കണോമിനെ പറ്റി പറയുന്നു. ബാക്കി 2ാം സ്റ്റേറ്റ്മെന്റ് പൊളിറ്റിക്കൽ സിസ്റ്റം ആണ്, എടുത്തങ്ങ് കളയുക. 4th സ്റ്റേറ്റ്മെന്റുമായിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുമായിട്ട് ഒരു ബന്ധവുമില്ല വിയറ്റ്നാമിന്റെ കാര്യത്തിൽ. ഈസി ആയിട്ട് കിട്ടും.
കാരണം അതെങ്ങനെയാ, അത് ഓപ്ഷനിലും കൃത്യമായിട്ട് 1 2 3 4 5 ഒന്നും കൊടുത്തിട്ടില്ല. ആകെ 3 സ്റ്റേറ്റ്മെന്റ് മാക്സിമം ശരിയാവുള്ളൂ എന്ന് ഓപ്ഷനിലും കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒറ്റ ഓപ്ഷൻ അത് കൊടുത്തിട്ടുള്ളൂ. അത്രയും ഈസി ആയിട്ടാണ് UPSC ഓപ്ഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നല്ലേ ബ്യൂട്ടി ഓഫ് ദി എക്സാമിനേഷൻ. ഇഫ് യു നോ മോർ അബൌട്ട് UPSC എക്സാമിനേഷൻ, യു വിൽ fall love with UPSC examination. I think ഭയങ്കര സന്തോഷമൊക്കെ തോന്നുന്നു, ഭയങ്കര ഇഷ്ടം തോന്നുന്നു UPSCനെ. പാവം. ഓക്കെ വിത്ത് റെഫറൻസ് ടു കളക്ഷൻ ഓഫ്, ഇനി ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ തോന്നിയൊരൊന്ന് മെസ്സേജ് അയക്കോ, മീൻസ് ഒന്ന് കമന്റ് ചെയ്യാവോ? അതിന് മുമ്പ് ഞാൻ ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ട്. വിത്ത് റെഫറൻസ് ടു റവന്യൂ കളക്ഷൻ ബൈ കോൺവാലിസ്, നിങ്ങൾ ടൈപ്പ് ചെയ്തോ, കോൺവാലിസ് consider the following statement. Under the Rohitwari settlement of revenue collection, the peasants were exempted from revenue payment in case of bad harvest and natural calamities. Second statement, under the permanent settlement in Bengal, if the Zemindar failed to pay his revenue to on or before the fixed date, he would be removed from his Zemindari. Okay, ഏത് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ആദ്യം എലിമിനേറ്റ് ചെയ്യാം? 1 എന്ന് പറയുന്നു. 1 എലിമിനേറ്റ് ചെയ്യാനുള്ള റീസൺ പറയാമോ ആരെങ്കിലും ഒരാൾ? മേഘ, അരവിന്ദ്, ഗൗതം. നന്ദനെ വിളിക്കാത്തത്, സംസാരിക്കാത്തവര് സംസാരിച്ചിട്ടെന്ന് വെച്ചിട്ട് ആരെങ്കിലും സംസാരിക്കാത്തവരൊന്ന്. നന്ദ എന്താ പറയാൻ പോകുന്നത് എനിക്കറിയാലോ. ഇപ്പൊ നീ എന്നെ വിളിച്ചില്ലാന്ന് തോന്നണ്ട. എല്ലാരും ഈ റൂമിലായിരിക്കും അല്ലേ? ഓക്കെ, ബ്രിട്ടീഷ് നല്ല ആൾക്കാരല്ലല്ലോ, വളരെ കോമൺ ആയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അല്ലെ. പക്ഷെ അത് നല്ല സ്റ്റാൻസ് ആണ്, അങ്ങനെ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാവേ. പക്ഷെ അതിന് മുന്നേ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ബേസിക് നോളജ് വെച്ചുള്ള ഒരു സാധനം കൂടി നിങ്ങൾക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും. അത് ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി. ഇത് എങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ വരാൻ പറ്റും, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിക്കും UPSC ചോദിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ. ഫസ്റ്റ് എലിമിനേറ്റ് ചെയ്യാം, പക്ഷെ അതിനകത്ത് വേറൊരു റീസൺ പറയാമോ? ബ്രിട്ടീഷ് റൈറ്റ് അത്ര നല്ല ആൾക്കാരല്ല, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എക്സെപ്റ്റഡ് ഫ്രം റവന്യൂ ഇൻ കേസ് ഓഫ് ബാഡ് ഹാർവെസ്റ്റ് ആൻഡ് കൾച്ചർ എന്നാ പറയുന്നത്. ബ്രിട്ടീഷുകാരെ നമ്മുടെ അടുത്ത് ബാഡ് ഹാർവെസ്റ്റ് വന്നിട്ട് പൈസ മേടണ്ടെന്ന് പറയുമായിരുന്നെങ്കിൽ ഈ കണ്ട പെസന്റ് മൂവ്മെന്റ് എങ്ങാനും ഉണ്ടാവുമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, പെസന്റ് മൂവ്മെന്റ്സ് ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇങ്ങനെ ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ. എന്താ പ്രശ്നം? പല പെസന്റ് മൂവ്മെന്റിന്റെ പ്രോബ്ലം എന്തായിരുന്നു? റവന്യൂ സെറ്റിൽമെന്റിൽ എന്ത് ചെയ്യണം? റവന്യൂ കൊടുക്കാനുള്ള പെൻഡിങ് ആയ റവന്യൂ എഴുതി തള്ളണം. ഇതൊരു കോമൺ സെൻസ് അല്ലേ? നിങ്ങളുടെ നോളജ് അല്ലേ? അത് തംസപ്പ് തരുവാണെന്ന് അറിയുന്നവര് ബേസിക്കലി കോമൺ സെൻസ് ആണ്. റവന്യൂ എഴുതി തള്ളണമെന്നാണ് ഉള്ള എല്ലാ പെസന്റ് മൂവ്മെന്റിലും പറഞ്ഞത്. അതിന്റെ അർത്ഥം എല്ലാ സ്ഥലത്തും പെൻഡിങ് വന്നിട്ടുണ്ട്, എല്ലാത്തിലും പ്രോബ്ലം വന്നിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് ഗവൺമെന്റ് എന്തായാലും ബ്രിട്ടീഷുകാർ അത്ര നന്നായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യില്ലെന്ന് നിങ്ങൾക്ക് പറയാം. ബ്രിട്ടീഷിന്റെ ക്യാരക്ടർ കൺസിസ്റ്റൻസി നോക്കുവാണെങ്കിൽ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എക്സ്പ്ലോയിറ്റേഷൻ അല്ല, ഇത് ഭയങ്കര ഫ്രണ്ട്ലി നേച്ചർ ആണ്. അതൊരിക്കലും ബ്രിട്ടീഷ് ചെയ്യില്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒബ്വിയസ്ലി റോങ് ആയിരിക്കും. ബട്ട് ദർ ആർ അനദർ റീസൺ ഫോർ ദിസ് സ്റ്റേറ്റ്മെന്റ് ടു ബി റോങ്. വൈ ഐ എം ഇൻസിസ്റ്റിംഗ് ദാറ്റ് ഐ വാണ്ട് യു ടു റീഡ് കെയർഫുള്ളി. നിങ്ങൾ റീഡിങ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എലിമിനേഷൻ കറക്റ്റാ. വേറെ ഒരു റീസണോട് നിങ്ങൾ ഒന്നുകൂടി വായിക്കുക. എല്ലാ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കുക. സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല ഇൻഡിക്കേഷൻ, എല്ലാ പാർട്ടും ഒന്നുകൂടി വായിച്ചിട്ട് ഒരു റീസൺ കണ്ടെത്തിയിട്ട് വാ. എക്സാക്ട്ലി ക്വസ്റ്റ്യനിൽ ഒരു അബദ്ധം UPSC കൂടെ പറ്റിപ്പോയി. അതായത് അറിയാതെ ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് പറ്റിപ്പോയ അബദ്ധം. They said that with reference to revenue collection by Cornwallis, consider the following statement. If you know that revenue permanent settlement and Rohitwari system are actually set up in 2 different time period ആണ്. One is 1820, one is 1794. So it cannot be ഇനി കോൺവാലിസ് ആണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫാക്ട്, ഞാൻ പറയുന്നതിൽ ഏതെങ്കിലും ഒരു ഫാക്ട് നിങ്ങൾക്ക് അറിയെങ്കിൽ രണ്ടും എന്തായാലും ഡിഫറെന്റ് ആയ ആളുകളായിരിക്കും, സ്വാഭാവികമായിട്ട് ഒരാളല്ല. പിന്നെ കോൺവാലിസ് പെർമനന്റ് സെറ്റിൽമെന്റ് ആണ്, റോഹിത്വാരിയും കോൺവാലിസും തമ്മിൽ ഒരു ബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ for the first instance of the question, is this question is wrong or right? ഈ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണോ റോങ് ആണോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻ റോങ് ആണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ തെറ്റല്ലേ? ഈ ക്വസ്റ്റ്യൻ തെറ്റ്, സ്റ്റേറ്റ്മെന്റ് അല്ല ഞാൻ പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ് ഈസ് റോങ് എന്ന് പറയുന്ന ഒരു തംസപ്പ് തന്നെ. അത് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത്. UPSC പറഞ്ഞ വിത്ത് റെഫറൻസ് ടു റവന്യൂ കളക്ഷൻ ബൈ കോൺവാലിസ്, എന്നിട്ട് പറയുന്ന റോഹിത്വാരി. കോൺവാലിസ് റോഹിത്വാരി കൊണ്ടുവന്നോ? ഇല്ലല്ലോ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ് തെറ്റിപ്പോയില്ലേ UPSCന്റെ? പണി പാളിയില്ലേ UPSCന്റെ? Now you understood why that question is wrong. Yes. So that is why UPSC actually cancelled this question at that year. Okay.
ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്ത് ക്യാൻസൽ ചെയ്ത് അതിന്റെ മാർക്ക് എന്ത് ചെയ്തു 200 എന്നുള്ളത് 198 മാറും. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. ആ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ് ഇസ് റോങ്. അപ്പൊ മീൻസ് ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി, അപ്പൊ ബേസിക്കലി ഭയങ്കര സംശയമായി. അങ്ങനെ ഞാൻ നോക്കി വീണ്ടും എടുത്ത് കീ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, ഇനി അണ്ടർ ദ റോ, ഇനി അങ്ങനെ ഇനിയിപ്പൊ ഞാൻ കോൺവാലിസിനെ അങ്ങ് വെട്ടിയേ. ഇനി നിങ്ങളൊന്ന് ചെയ്തേ, ഇപ്പൊ ക്വസ്റ്റ്യൻ ശരിയായി. അണ്ടർ ദ റവന്യൂ സെറ്റിൽമെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്നാക്കി ഞാൻ. ഇനി നിങ്ങളൊന്ന് ചെയ്തോ. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാം? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാം. ഫസ്റ്റത്തെ റീസൺ എന്താണ്? ബ്രിട്ടീഷുകാർ അത്ര നന്മമരങ്ങളൊന്നുമല്ല, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വെറുതെ എന്തെങ്കിലും റവന്യൂ അക്സെപ്റ്റ് ചെയ്യുന്ന പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതെന്തായാലും തെറ്റായിരിക്കും. ദാറ്റ് ഈസ് ദ ലോജിക് കറക്റ്റ്. തംസ് അപ്പ് ഫോർ ദ ലോജിക് കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതുകൊണ്ട് ഞാൻ അത് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കും തെറ്റായിരിക്കോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, റീഡ് കെയർഫുള്ളി, വെരി കെയർഫുൾ ആയിട്ട് ക്വസ്റ്റ്യൻ വായിക്കണം. ഈ ക്വസ്റ്റ്യൻ ഒക്കെ UPSC എന്തായാലും ഡിലീറ്റ് ചെയ്ത് കളയാനേ പറ്റുള്ളൂ. ഡിലീറ്റ് ചെയ്ത് കളയും ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അണ്ടർ ദി പെർമനന്റ് സെറ്റിൽമെന്റ് ബംഗാൾ ഇൻ ബംഗാൾ ഇഫ് സെമീന്ദാർ ഫെയിൽ ടു പേ ഹിസ് റവന്യൂസ്. സി, UPSCക്ക് തെറ്റ് പറ്റും ക്വസ്റ്റ്യൻ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിന്റെ ക്വസ്റ്റ്യനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ബഡ്ജറ്റ് ഈസ് റെസ്പോൺസിബിൾ ടു കീല് വന്ന സമയത്ത് കീല് വന്നത് പ്രൈം മിനിസ്റ്റർ ആണ് ഉത്തരം പറഞ്ഞു. പക്ഷെ UPSC ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തില്ല, കാരണം ആ ക്വസ്റ്റ്യൻ തെറ്റാണ്. പക്ഷെ ആ ക്വസ്റ്റ്യൻ UPSC ഡിലീറ്റ് ചെയ്തില്ല. പക്ഷെ ഈ ക്വസ്റ്റ്യൻ UPSC ഡിലീറ്റ് ചെയ്തു. എന്താ റീസൺ ഒന്ന് പറയാമോ? ഓക്കെ, റീസൺ എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉത്തരത്തിൽ ഓപ്ഷനിൽ എന്തുണ്ടായിരുന്നു? പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ ആൻസർ കീയിലും പ്രസിഡന്റ് ഇട്ടു. UPSC നമുക്ക് 7 days വിൻഡോ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ ആക്ച്വലി തെറ്റൊന്നുമില്ല, ആൻസർ കീയിലായിരുന്നു തെറ്റ്. UPSC നമ്മൾ ആൻസർ കീ കാണിച്ചില്ല. അതുകൊണ്ട് ഇത് തെറ്റാന്ന് പറയാൻ നമുക്ക് വാദിക്കാനും പറ്റുന്നില്ല. കാരണം നമുക്കൊരു ഒരു മോഡൽ ആൻസർ കീ ആദ്യം UPSC തരണമായിരുന്നല്ലോ, അത് തന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രസിഡന്റ് ആണ് ശരിയെന്ന് നമ്മൾ വിചാരിച്ചു. നമ്മൾ ഇതിനെ ആരും ഒബ്ജക്ട് ചെയ്തില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ കോൺവാലിസ് ഇവിടെ ഉള്ളതുകൊണ്ട് എവരിബഡി ഈസ് ഒബ്ജക്റ്റഡ്. സോ UPSC എടുത്ത് നോക്കി, ശരിയാണല്ലോ, കോൺവാലിസ് കിട്ടല്ലോ ദിവാകര, അപ്പൊ എന്നാ രാമേന്ദ്ര അതങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക് എന്ന് പറഞ്ഞു. പക്ഷെ ഇത് കീ വന്നതിന് ശേഷം നമ്മൾ അറിയുന്നത്, ദാറ്റ് ഈസ് വൈ ദിസ് ഇയർ ഓൺവേർഡ്സ് UPSC ഈസ് ഓൾസോ ഗിവിംഗ് യു എ കീ സോ ദാറ്റ് യു ക്യാൻ ചെക്ക് പ്രോപ്പർലി. ഓക്കെ, UPSC ഒന്നും വീഴ്ച വരുന്നത്, ആർക്കാരും തെറ്റ് പറ്റൂലേ? ഓക്കെ, ഇനി രണ്ടാം സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കും തെറ്റായിരിക്കും? എന്തായാലും ശരിയായിരിക്കും. കാരണം പെർമനന്റ് സെറ്റിൽമെന്റ് ബംഗാൾ ഇഫ് ദ സെമീന്ദാരി ഫെയിൽ ടു പേ ഹിസ് റവന്യൂ ടു സ്റ്റേറ്റ് ഓൺ ദ ബിഫോർ ദ ഫിക്സഡ് ഡേറ്റ്. ആ ഫിക്സഡ് ഡേറ്റിന് നമ്മൾ എന്താ വിളിക്കുക? വെറുതെ ഫാക്ച്വൽ, നിങ്ങൾ അറിയണമെന്നില്ല, വെറുതെ. അത് ശരിയാണ് അല്ലെ? കാരണം എന്താ, തന്നില്ലെങ്കിൽ, പൈസ തന്നില്ലെങ്കിൽ, ഫിക്സഡ് ഡേറ്റിനുള്ളിൽ പൈസ തന്നില്ലെങ്കിൽ സെമീന്ദാരി എടുത്തു കളയുന്ന പറയുന്നത്. ഇറ്റ് ഈസ് ട്രൂ. ബ്രിട്ടീഷുകാർ നമ്മളെ സൂചിപ്പിക്കാൻ എന്തായാലും നിൽക്കില്ലല്ലോ, പൈസ കൊടുത്തില്ല അമ്മമാര് ലാൻഡ് എടുത്ത് കളയും. പക്ഷെ അങ്ങനെ ഒരു ആ സാധനത്തിന് നമ്മൾ എന്താ വിളിക്കുക? സൺസെറ്റ് ക്ലോസ് എന്ന് കേട്ടിട്ടില്ലേ? സൺസെറ്റ് ലോ. വെരി ഗുഡ്. സോ ഇനി അതൊന്നും അറിയണ്ട, ഞാൻ വെറുതെ നിങ്ങൾ ആ പോർട്ട് റിവിഷൻ ആയിക്കോട്ടെ എന്ന് വെച്ച് പറഞ്ഞുള്ളൂ. ബേസിക്കലി സെമീന്ദാർ ഫെയിൽ ടു പേ അല്ലെ? ബ്രിട്ടീഷിന്റെ സ്വഭാവം നമുക്കറിയാം. ഫെയിൽ ടു പേ ആണെങ്കിൽ അമ്മമാര് വീട്ടിൽ വന്നിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും, വേറെ വഴിയൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. That particular question in UPSC actually delete ചെയ്ത ക്വസ്റ്റ്യൻ കേട്ടോ. But why I discussed, you should be read carefully. Read carefully പർപ്പസ് അവിടെ അതാണ്, ഉത്തരത്തിലല്ല നമ്മളെ പർപ്പസ്. ആ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും, ഇതിപ്പോ റവന്യൂ സെറ്റിൽമെന്റ് റോഹിത് വാരി സെറ്റിൽമെന്റ് കറക്റ്റ് ആയിട്ട് എഴുതിയെങ്കിലും നിങ്ങൾ അത് എലിമിനേറ്റ് ചെയ്യണമായിരുന്നു. കാരണം ഇവിടെ കോൺവാലിസ് എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. കെയർഫുൾ ആയിട്ട് വായിക്കാം, ഓരോ സ്റ്റേറ്റ്മെന്റും വായിക്കാം. ഇനി എല്ലാവർക്കും വേണ്ടി ഒന്ന് വായിക്കാം. വിത്ത് റെഫറൻസ് ടു ഹോം ഗാർഡ്സ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഹോം ഗാർഡ്സ് ആർ റേസ്ഡ് അണ്ടർ ദി ഹോം ഗാർഡ്സ് ആക്ട് റൂൾസ് ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ്. സന്തോഷം. The role of the home guard is to serve as a second statement ആണ്. The role of home guards is to serve as a auxiliary force to police in maintenance of internal security. And third statement, to prevent infiltration on the international borders, coastal areas, the border wing home guards battalions have been raised in the some states. ഇപ്പൊ നിങ്ങൾ ശരിക്കും വായിച്ച് ചെയ്യുന്നവര് ഞാൻ കേൾക്കുന്നത് കേട്ടിട്ട് നിങ്ങൾ ഒന്നും എലിമിനേറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ വായിക്കുന്നതിന് ശ്രദ്ധിക്കരുത്, നിങ്ങൾ റീഡ് ചെയ്ത് തന്നെ കേൾക്കണം കേട്ടോ. എനിക്ക് നിങ്ങൾ വായിച്ച് കേട്ടിട്ട് എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. പക്ഷെ വായിച്ച് കേട്ട് എലിമിനേറ്റ് ചെയ്യേണ്ട ആളുകൾ മാത്രം ഞാൻ പറയുന്ന വോയിസ് കേട്ട് അത് ശ്രദ്ധിക്കാവുള്ളൂ കേട്ടോ. ഇതിനകത്ത് നിങ്ങൾ മൊത്തം തെറ്റിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആക്ച്വൽ UPSC നിങ്ങൾ ശരിയാക്കിയാൽ മതി. അതുകൊണ്ട് നിങ്ങൾ ട്രെയിനിങ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, നൗ
Tell me what are the options you have here. Now you know lot of techniques now itself. ഇനിയിപ്പോ ഞാൻ നിങ്ങൾ പറയണ്ട കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം? ഇപ്പം ബേസിക്കലി റിവ്യൂവിന് വേണ്ടി ഒരു ഫോം ഇട്ടുണ്ട്. കുറെ പേര് അതിനകത്ത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ റിവ്യൂ ചെയ്തതിൽ ചില ആളുകൾ കൂടുതൽ സജഷൻസ് പറഞ്ഞിട്ടുണ്ട്. സജഷൻ പറഞ്ഞാൽ ഇന്ന സാധനം കൂടി വേണമായിരുന്നു. അപ്പൊ ഓരോരുത്തരും ഓരോ സാധനങ്ങൾ വേണമെന്നാ പറയുന്നത്. അപ്പം ബേസിക്കലി അപ്പൊ എല്ലാരും ഓരോ സാധനം വെച്ച് പറയുമ്പോൾ ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം കുറച്ചുപേരെ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ റിവ്യൂ ചെയ്തിട്ട് മാക്സിമം മജോറിറ്റിയുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് നോക്കിയിട്ട് ഇപ്പൊ എന്താ സാധനം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അത് വിട്ട് കമന്റ് ചെയ്യും. അതെനിക്കറിയാം. അതുകൊണ്ടാണ് മജോറിറ്റി എന്ന് വെച്ചാൽ അത് വേണമെങ്കിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അതായത് ബേസിക്കലി 1% സെഡ് ദാറ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദേ വാണ്ടഡ് ടു ഹാവ് എ ഡിസ്കഷൻ ഓഫ് ദ ക്വസ്റ്റ്യൻ വിച്ച് വി ഓൾസോ ഗിവൺ ആസ് എ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ബട്ട് ദർ ഇസ് ഓൺലി 1% ഡിമാൻഡിങ് ഇറ്റ്. അപ്പം ഐ ഡു നോട്ട് നോ അത് നമ്മൾ മീൻസ് എല്ലാവർക്കും അത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അപ്പം ഒന്നുകൂടി നിങ്ങൾ ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യാം. പേരൊന്നും കൊടുക്കുന്ന മാൻഡേറ്ററി ഇല്ല അതിനകത്ത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ പേര് ഐഡന്റിറ്റി ഒന്നുമില്ല. അപ്പൊ ചീത്ത വിളിക്കാറുള്ളവർക്ക് അവിടെ ചീത്ത വിളിക്കാം. എന്നാലും ഞങ്ങൾ തളരില്ല രാമൻകുട്ടി. അത് എന്തൊക്കെ മെത്തേഡ് ഉപയോഗിക്കാം എന്നുള്ളത് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം കേട്ടോ. ആ പറഞ്ഞ സജഷൻ എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ മറന്നുപോയത് ആഡ് ചെയ്യാൻ. നമുക്ക് തരുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിന്റെ ഇതും കൂടെ സമ്മതിക്കില്ലടാ. നോക്കാടാ, നമുക്ക് നോക്കാം. ഓക്കെ, ഒന്ന് നോക്കിക്കേ എന്തൊക്കെ ചെയ്യാന്നൊന്ന് പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞേ, ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞേ. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. ഒരാള് ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ എന്തൊക്കെ ചെയ്യാം. അർജുനെ പറ. അർജുൻ റീഡിംഗ് റൂമിലെല്ലാം എനിക്ക് മനസ്സിലായി. വെടിവിട്ട് അർജുൻ നേരത്തെ പറഞ്ഞാലും പറഞ്ഞായിരുന്നു അല്ലെ. അർജുനെ തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തൊക്കെ ചെയ്യാം ഒന്ന് എലിമിനേറ്റ് ചെയ്ത് തന്നെ. നമ്മൾ ഇതുവരെ പഠിച്ച ടെക്നിക്കുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഇപ്പൊ ലോയും ആക്ട് ഒക്കെ വരുന്ന സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ പഠിച്ച കോൺസ്റ്റിറ്റ്യൂഷണൽ കൺസിസ്റ്റൻസി ഇതൊക്കെ ആലോചിക്കാം. അർജുൻ പറയും ഓക്കെ, അർജുൻ പറയുന്നില്ല. അർജുൻ പറയുന്നുണ്ടോടാ? ഞാൻ വായിക്കുമോ നോക്കട്ടെ. ഓക്കെ, വേറെ ആർക്കെങ്കിലും പറയാൻ ആഗ്രഹം ഉണ്ടോ? ഗൗതം റീഡിംഗ് റൂമിലാണോ? ഓക്കെ, മായ, മേഘ, അരവിന്ദ്. ഓപ്ഷൻ 1 ശരിയാണ്. ഹോം ഗാർഡ്സ് ആക്ട് ഉണ്ടെന്നറിയാം. അങ്ങനെ ഹോം ഗാർഡ് എടുത്തു ചാടല്ലേ. ക്ലബ് ഓരോ ടെക്നിക്ക് വഴി പോകും. ഇപ്പൊ ചെയ്യുന്നത് ടെക്നിക്ക് വഴിയല്ല പോകുന്നത്. ടെക്നിക്ക് വഴി ഞാൻ പോകാൻ പറയുന്നത് അങ്ങനെ ഇല്ലാതെ ചെയ്യാം. പക്ഷേ ടെക്നിക്ക് വഴി പോകാൻ പറയുന്നത് നിങ്ങൾ കൂടുതൽ ഒബ്സർവേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഒബ്സർവ് ചെയ്യും, കുറച്ചുകൂടി ഒബ്സർവ് ചെയ്യും. ഓരോ ടെക്നിക്സ് വഴി പോകും. ക്ലബ് ചെയ്യാൻ പറ്റുന്നതുണ്ടോ, അങ്ങനെ ടെക്നിക്സ് വഴി പോയി നോക്ക്. അരവിന്ദ് പറഞ്ഞോ. സാറേ കേൾക്കാമോ? പറഞ്ഞോ സാറേ, രണ്ടാമത്തേത് പോലീസ് ഇൻ മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തേത് ടു പ്രിവെന്റ് ഇന്റർനാഷണൽ ബോർഡർ കോസ്റ്റൽ ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും കോൺട്രഡിക്ഷൻ അല്ലേ? ഹോം ഗാർഡ്സ് ബറ്റാലിയൻ ബോർഡർ നോക്കിയ ടു പ്രിവെന്റ് ഇൻഫിൽട്രേഷൻ ഓൺ ദി ഇന്റർനാഷണൽ ബോർഡർ ഓർ കോസ്റ്റൽ ഏരിയാസ്. അതായത് കേരളത്തിലെ പോലെയുള്ള കോസ്റ്റൽ ബോർഡേഴ്സ് പ്ലസ് ഇന്റർനാഷണൽ ബോർഡർ. പഞ്ചാബ്, ഹരിയാന ഒന്നാണല്ല. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ജമ്മു ആൻഡ് കാശ്മീർ, ഉത്തരാഖണ്ഡ്, പിന്നെ നോർത്ത് ഈസ്റ്റ്, അങ്ങനത്തെ സ്ഥലങ്ങൾ പ്ലസ് എന്താണ് ഇന്ന സാധനങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, ഗാർഡ്സ് border wing home guards battalion have been raised in some state, that too not all states, some states. ഇതിൽ നിന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് തോന്നുന്ന രണ്ട് കാര്യങ്ങൾ പറയാമോ? ഇവിടെ എന്തെങ്കിലും കോൺട്രഡിക്ഷൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു കോൺട്രഡിക്ഷൻ അരവിന്ദ് തോന്നുന്നൊരു കോൺട്രഡിക്ഷൻ അരവിന്ദ് പറഞ്ഞു. അതല്ലാതെ അതാവണം നിർബന്ധമില്ല. പക്ഷെ ശ്രദ്ധിക്കുക, വളരെ സം സ്റ്റേറ്റിൽ ഇങ്ങനെ പറയുന്നു. ഹോം ഗാർഡ്സ് എന്താണെന്ന് ഹോം ഗാർഡ്സ് അറിയാത്ത അറിയുന്നുണ്ടോ? ഹോം ഗാർഡ്സ് നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടോ? ഹോം ഗാർഡ്സ് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടവരൊന്ന്. ഹോം ഗാർഡ്സിനെ അറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് ഹോം ഗാർഡ്സ് എന്ന് പറയുന്നവരൊന്ന് തംസപ്പ് വരുമോ? ഒരാള് കണ്ടിട്ടുള്ളൂ ഹോം ഗാർഡ്സ്. അനാർക്കലി മൂവിയിൽ ഹോം ഗാർഡ്സ് ഉണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഹോം ഗാർഡ്സ് ഉള്ളവർ കണ്ടവർ, ഹോം ഗാർഡ്സിനെ നിങ്ങൾ കാണാത്തവർ, ഹോം ഗാർഡ്സിനെ കണ്ടവരൊന്ന് തംസപ്പ് വരുമോ? ജീവിതത്തിൽ ഹോം ഗാർഡ്സിനെ കണ്ടവർ. നിങ്ങൾ എല്ലാവരും ഹോം ഗാർഡ്സിനെ കണ്ടിട്ടുണ്ട്. ഈ നമ്മളെ ഈ ട്രാഫിക് ലോയിലൊക്കെ നിൽക്കുന്ന
റിട്ടയർ ആയിട്ടുള്ള മിലിറ്ററി ഓഫീസേഴ്സ് ഇങ്ങനെ നിൽക്കുന്ന ആളുകൾ കണ്ടിട്ടില്ല. അതായത് ഒരു ചേട്ടന്മാർ, കുറച്ച് പോലീസുകാർ അത്ര ജാടയില്ല, പാവമുള്ള കുറച്ച് പ്രായമുള്ള ആളുകൾ കാണാത്തവരാണോ? ഹോം ഗാർഡ്സിനെ കണ്ടില്ല. എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാ സ്റ്റേറ്റിലും ഹോം ഗാർഡ്സിനെ കാണാൻ പറ്റും. ബേസിക്കലി സ്റ്റാർ ഒന്നുമില്ല, ഹോം ഗാർഡ്സ് എന്ന് എഴുതിയിട്ടുണ്ടാവും, ട്രാഫിക് നിയന്ത്രിക്കുന്നുണ്ടാവും, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഹോം ഗാർഡ്സ്, ഐ തിങ്ക് ഹോം ഗാർഡ്സ് യു ഗൈസ് നോ. ഓക്കെ, ഇതിനകത്ത് പറ, ഫസ്റ്റ് ആക്ട് പറയുന്നത് ഇതിൽ ഏതെങ്കിലും കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റിൽ ഏറ്റവും നല്ല കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് ഏതാന്ന് നോക്കിക്കേ. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് നോക്കിക്കേ. ഹോം ഗാർഡ്സ് ആർ റേസ്ഡ് അണ്ടർ ദ ഹോം ഗാർഡ്സ് ആക്ട് റൂൾസ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ്. ഹോം ഗാർഡ്സ് ആർ ആക്ട് അണ്ടർ ദി സെൻട്രൽ ഗവൺമെന്റ്. സെക്കൻഡ് പറയുന്നത് റോൾ ഓഫ് ഹോം ഗാർഡ്സ് ഈസ് ടു സർവ് ആസ് എ ഓക്സിലറി ഫോഴ്സ് in the police in the maintenance of internal security. Now tell me, is this contradictory? Police comes under which subject? State subject. Home guards are under police or auxiliary force. അല്ലേ? SICA ഇവരെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ട് പക്ഷെ ഇതിന്റെ റൂൾ ഉണ്ടാക്കുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെന്റ്. ഇഫ് ദ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്, സ്റ്റേറ്റിന്റെ സബ്ജക്റ്റിലാണ് ഇന്റേണൽ സെക്യൂരിറ്റി പോലെയുള്ള പോലീസ് ഉള്ള സാധനം വരുന്നതെങ്കിൽ how can a central government can make law? Right? This can be either എന്ത് ചെയ്യാം, ഇത് രണ്ടും ഒന്നിച്ചു പോവോ? ഇല്ല. ഇത് രണ്ടും കോൺഫ്ലിക്റ്റിംഗ് അല്ലേ? യെസ്, ഇത് രണ്ടും കോൺഫ്ലിക്റ്റ് ആണ്. പക്ഷെ ഇത് രണ്ടും ക്ലബിംഗ് അല്ലേ? This is also talking about state, this is also talking about states. To prevent infiltration on this international border, some states has created. ഒരു സ്റ്റേറ്റിലെ, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഹോം ഗാർഡ് പോലീസ് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണെന്ന് നമുക്ക് അറിയാം, പോലീസ് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണെന്ന് അറിയാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി അതിന്റെ താഴെ ഉണ്ടാവുന്ന ഒരു സ്റ്റേറ്റ് മോനെ പോയി, ഇപ്പൊ വെസ്റ്റ് ബംഗാളിലൊക്കെ ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മൾക്ക് ബോർഡർ ഏരിയയിലല്ലോ നമ്മൾ, അപ്പൊ നിങ്ങൾക്ക് ബോർഡർ അത്ര പരിചയം ഉണ്ടാവില്ല. ബോർഡർ എന്ന് വിചാരിക്കുന്ന ഭയങ്കര യുദ്ധഭൂമി പോലെ എപ്പോഴും എല്ലായിടത്തും പട്ടാളക്കാർ നിൽക്കുന്ന സ്ഥലമല്ല. അങ്ങനെയാണെങ്കിൽ ആരും ഇൻഫിലേറ്റർ ചെയ്ത് വരില്ലല്ലോ. ബോർഡർ പോയിന്റുകളിൽ മാത്രമേ പട്ടാളക്കാരൊക്കെ ഉള്ളൂ. ബാക്കിയുള്ള ഏരിയയിലൊക്കെ പോലീസാണ് എന്ത് ചെയ്യുന്നത്, കുറെ സ്ഥലത്തൊക്കെ ഒരു ലെയർ ഓഫ് പോലീസ് ആയിട്ട്. കാരണം ഇവിടെ ലോക്കൽസ് പോപ്പുലേഷൻ ഉണ്ട് അല്ലെ, ബോർഡർ ഏരിയയിൽ ലോക്കൽസ് ഉണ്ടാവും. അപ്പൊ പോലീസ് കാര്യങ്ങളൊക്കെയാണ് എന്ത്, കുറെയൊക്കെ കാര്യം എല്ലാ സ്ഥലത്തും ഗാർഡ് ചെയ്യുന്നില്ല. ഒരു സ്റ്റേറ്റ് ഒരു ഹോം ഗാർഡിനെ സൈഡിൽ നിർത്തിയിട്ട് പറഞ്ഞു ബോർഡറിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെ നോക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? സം സ്റ്റേറ്റ് ഹാസ് ബീൻ റൈസ്ഡ് ഇൻ സം സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി കോസ്റ്റൽ ഗാർഡ്സിന്റെ കൂടെ എന്ത് ചെയ്യുന്നു, വിങ്, ഹോം ഗാർഡ്സിന് ഒരു വിങ് കൊടുത്തിട്ട് കോസ്റ്റൽ ഗാർഡിൽ നിങ്ങൾ ഇപ്പം അനാർക്കലി മൂവിയിൽ കോസ്റ്റൽ ഗാർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യെസ്, പക്ഷെ പോലീസിന് കോസ്റ്റൽ ഗാർഡുള്ള കാര്യം നിങ്ങൾ അറിയോ? ചില ബോർഡിൽ നിങ്ങൾ തീരദേശത്ത് പോലീസിന് എഴുതിയ ബോർഡ് കാണാൻ പറ്റും. പോലീസിന്റെ അണ്ടറിലും കോസ്റ്റൽ ഗാർഡ് ഉണ്ട്. സോ സെൻട്രൽ കോസ്റ്റൽ ഗാർഡും ഉണ്ട്, സ്റ്റേറ്റ് കോസ്റ്റൽ ഗാർഡ്. ഓക്കെ, സോ ബേസിക്കലി എന്താണ് ഇവിടെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ക്ലബ്ബാണ്. ഈ സ്റ്റേറ്റ്മെന്റ് കോൺട്രാഡിക്ടറി ആണ്. പോലീസ് എന്ന് പറയുന്ന സബ്ജക്ട് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. ഇവിടെ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് റൂൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റേറ്റിലും ബറ്റാലിയൻ ഉണ്ടായേനെ. ഇവിടെ അതിനുള്ള പോയിന്റ്സുകൾ അവിടെ കിടക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ആണ് റൂൾസ് ഉണ്ടാക്കി എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാവും. ഇല്ല, ഇത് സ്റ്റേറ്റ് അനുസരിച്ച് തീരുമാനിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത്. ഇനി ഈ സബ്ജക്ട് എന്താണ്? രണ്ടും സ്റ്റേറ്റ് സബ്ജക്ട് ആണ്. These both are talking about state and this is talking about center. So there is a contradiction of statement. Option B will be the right answer. Correct ആയിരിക്കില്ലേ? മനസ്സിലായോ? ഒന്ന് സംശയം വരുമോ? ചിന്തിക്കണം കേട്ടോ നിങ്ങൾ. ഞാൻ ഇന്നലെ കോൺസ്റ്റിറ്റ്യൂഷൻ കൺസിസ്റ്റൻസി പറഞ്ഞു, ഇന്ന് അത് വരാതെ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അങ്ങനെയുള്ള ആക്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ കൺസിസ്റ്റൻസിയെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കണം. അത് അന്നേരം അത് ഓർത്തെടുക്കണം. ഇന്ന് മറ്റേ ക്വസ്റ്റ്യനും ചെയ്യാത്ത നമ്മൾ കൂടുതൽ പൊളിറ്റിക് ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. മിക്ക പൊളിറ്റിക് ക്വസ്റ്റ്യൻ ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് അതിനകത്ത് നമ്മൾ ഇന്നത്തേക്കൊക്കെ പൊളിറ്റിക് ക്വസ്റ്റ്യൻ ഇപ്പൊ ഇല്ലാത്തത്. അപ്പം ബേസിക്കലി അത് ആ ഒരു സാധനം മറന്നു പോകരുത്. ഓരോ ടെക്നിക്കിന്റെ പേര് എല്ലാത്തിലും കൊടുക്കാൻ കാരണം ആ ടെക്നിക്കുകൾ നിങ്ങൾ ഇങ്ങനെ റിവിഷൻ ചെയ്ത് ഓർത്തു വെക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവഴി നിങ്ങൾക്ക് പോയി നോക്കാൻ വേണ്ടിയിട്ടാവും. വെറുതെ വായിച്ച് എന്ത് ചെയ്യരുത്, പോവരുത്. സോ ദിസ് ക്യാൻ ബി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ടുഡേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, കാരണം സ്റ്റേറ്റ് സബ്ജക്ട് അല്ലേ, ബാക്കി രണ്ടും കൺസിസ്റ്റന്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ. ഞാൻ ഒന്ന് വായിക്കാം. Consider the following statement in the context of interventions being undertaken under Anemia Mukt Bharat strategy. First statement, it provides prophylactic calcium supplement for preschool children, adolescents and pregnant women. Second statement, it runs a campaign for delayed cord
clamping at the time of childbirth. It provides for periodic deworming to children and adolescents. It addresses non-nutritional causes for anemia in the endemic pockets with a special focus on malaria, hemoglobinopathies, and fluorosis. Which of the following statements are correct? ഇതിനകത്ത് ബേസിക്കലി നിങ്ങൾക്ക് എന്താണ് അനീമിയ എന്ന് നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കുമല്ലോ. അറ്റ്ലീസ്റ്റ് ബേസിക്കലി നമ്മൾ 50% ഓഫ് ദ വിമൺ ആർ അനീമിക് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ നമ്മളെ കൂട്ടത്തിൽ തന്നെയുള്ള 50% വിമൺ ചിലപ്പോൾ അനീമിക് ആയിരിക്കാം. ദാറ്റ് ഈസ് എ കോമൺ ഫാക്ട്. ആൻഡ് വിമൺ മോസ്റ്റ്ലി വിമണിന് അറിയുന്ന ഒരു സാധനം, വിമണിനെ സംബന്ധിച്ചോളം കൂടുതൽ അനീമിയെ പറ്റി കൂടുതൽ ഡാറ്റ അറിയായിരിക്കും. അതല്ലെങ്കിൽ പോലും ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അനീമിയ എന്ന് പറയുന്ന വേർഡ് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, നൗ ടെൽ മീ വാട്ട് ഈസ് മീൻസ് അനീമിയ. വാട്ട് ഈസ് അനീമിയ? നമ്മൾ വേർഡ് എക്സ്പാൻഡ് ചെയ്ത് നോക്കണം. അനീമിയ മുക്ത് ഭാരത് അല്ലെ, ഭാരതത്തിൽ അനീമിയ ഉണ്ടാകാൻ പാടില്ല. ഇനി എന്താണ് അനീമിയ? Iron deficiency. Iron deficiency. Most of 50% of the women are iron deficient ആണ്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ചിൽഡ്രൻ എന്തായിരിക്കും? അയൺ ഡെഫിഷ്യന്റ് ആയിരിക്കും. സോ ബ്ലഡിൽ അയൺ ഇല്ലാത്ത പ്രശ്നം വരും. അപ്പം മോസ്റ്റ്ലി മെനി വിമൻ ആർ സഫറിംഗ് ഫ്രം ദാറ്റ് പർട്ടിക്കുലർ ഇഷ്യൂ ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ന്യൂട്രീഷൻ, സെക്യൂരിറ്റി, പാട്രിയാർക്കി, ഇതൊക്കെ അതിന്റെ ഇഷ്യൂ ആണ്. ഓക്കെ, നൗ if you want to eliminate a statement, which statement first you will eliminate? I wanted boys to answer now. Girls will know. Arjun, okay. ബാക്കിയുള്ളവര് ബോയ്സ് റീസൺ പറയാനുണ്ടോ? എനിക്ക് ഗേൾസിന് ഐ നോ മൈറ്റ് ബി നോയിങ് ദ റീസൺ. ഓക്കെ, ഡോക്ടർ നന്ദ പറയാം. നന്ദ ഡോക്ടറിന് എന്തായാലും അറിയായിരിക്കുമല്ലോ, മരുന്ന് കൊടുക്കുന്നുണ്ടാവും. ബാക്കിയുള്ളവര് ഒന്ന് പറയാമോ എന്താ റീസൺ എന്നുള്ളത്? അല്ല, ജനറൽ ആയിട്ടുള്ളൊരു നോളജ് നമുക്കറിയാം. അനീമിയ എന്ന് പറഞ്ഞാൽ അയൺ ഡെഫിഷ്യന്റ് എന്നറിയാം. ഇതറിയില്ല എല്ലാവർക്കും. അറിയുന്നവരൊന്നും തംസപ്പ് തന്നെ. ബോയ്സിനാണ് അറിയാത്തത് അല്ലേ? അനീമിക് ആണെന്നൊക്കെ നമ്മൾ പറയില്ല. എല്ലാവരെയും ഓരോരുത്തരെ കാണുമ്പോ കണ്ണൊക്കെ അടിയിലൊക്കെ ഇങ്ങനെ ഒരു വളറിയിരിക്കുന്ന കാണാം. കണ്ണിങ്ങനെ നോക്കിയിട്ട് പറയും, ബ്ലഡ് ഇങ്ങനെ നോക്കി കണ്ണിന് ബ്ലഡ് കാണുന്നില്ല, അധികം ബ്ലഡിന്റെ കുറവ് ഉണ്ടാവാം അല്ലെ? അങ്ങനെയൊക്കെയല്ലേ ഡോക്ടറെ നോക്കുക? കറക്റ്റ്. കണ്ട, ഞാൻ ഡോക്ടർ ആവണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ബേസിക്കലി അനീമിയ വളരെ കോമൺ സാധനമാണ് കേട്ടോ. അനീമിയ എന്താണെന്ന് അറിയണം, എന്നാലും നമുക്ക് ഇത് കുറച്ചുകൂടി ഐഡിയ കിട്ടുള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അനീമിയ മീൻസ് അയൺ ഡെഫിഷ്യൻസി ആണ്. അങ്ങനെ അയൺ ഡെഫിഷ്യന്റ് ആയ ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ ആ ഡെഫിഷ്യൻസി പോകാൻ നിങ്ങൾക്ക് എന്ത് തരണം? Iron deficiency tablets. അതോ കാൽഷ്യം? കണ്ടോ, ടാബ്ലറ്റ്സിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. അതോ കാൽഷ്യം തരണം? അയൺ ഡെഫിഷ്യൻസി ടാബ്ലറ്റ്, അയൺ ഡെഫിഷ്യൻസി കൊടുക്കാനുള്ള ടാബ്ലറ്റ് ഉണ്ട്. ഇവിടെ എന്ത് ടാബ്ലറ്റാണ് തരുന്നത്? കാൽഷ്യം സപ്ലിമെന്റേഷൻ തരുന്നു. കുറവെന്താണ്? അയൺ. ഓക്കെ, അയൺ ഫോളിക് ആസിഡ് തരണം. കണ്ടോ, എല്ലാവർക്കും അറിയാം. ഇവര് ദേ നോ എവരിതിങ്. സോ അയൺ ഫോളിക് ആസിഡ് തരുന്ന ആ ടാബ്ലറ്റ് ആണ് തരണമെങ്കിൽ അത് തരണം. അറ്റ്ലീസ്റ്റ് അതെനിക്കറിയില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് എന്താണ് അയൺ ആണ് തരേണ്ടത് അല്ലേ? പക്ഷെ ഇവിടെ എന്താ തരുന്നത്? കാൽഷ്യം. അസുഖം അയൺ ഡെഫിഷ്യൻസി, മരുന്ന് കാൽഷ്യം തരുന്നത്, കാൽഷ്യം സപ്ലിമെന്റ് ആണ് തരുന്നത്. അതൊരു മണ്ടത്തരല്ലേ? അസുഖത്തിനല്ലേ ട്രീറ്റ് ചെയ്യേണ്ടത്? മീൻസ് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അനീമിയ എന്താണെന്ന് അറിയണം കേട്ടോ. അതൊരു ബേസിക് നോളജ് ആയിട്ട് നിങ്ങൾ എടുക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ അനീമിയ ഭയങ്കര കോമൺ ആയിട്ട് എല്ലാവരും കേൾക്കുന്നതാണ്. 50% ഓഫ് വിമൺ ആർ അനീമിക് ആണ്. ദീസ് ആർ ദ ഡാറ്റ യു ഷുഡ് ഹാവ് ടു യൂസ് ഇൻ മെയിൻസ് ആൻസർ ഓൾസോ. ഓക്കെ, 1/2 ഓഫ് വിമൺ ഇൻ ഇന്ത്യ ആർ അനീമിക്. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. ഇറ്റ് റൺസ് എ ക്യാമ്പയിൻ ഫോർ ഡിലേഡ് കോഡ് ക്ലാമ്പിംഗ് അറ്റ് ദ ടൈം ഓഫ് ചൈൽഡ് ബർത്ത്. ഇതിന്റെ മീനിങ് മനസ്സിലായാലൊന്ന് ഇങ്ങനെ തംസപ്പ് തരാമോ? ആർക്കും മനസ്സിലായില്ല അല്ലെ? ഡോക്ടറിന് മനസ്സിലായില്ല. ഓക്കെ, മായക്ക് മനസ്സിലായി. ഇറ്റ് പ്രൊവൈഡ് എ പീരിയോഡിക്. ഇനി അത് പോട്ടെ. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ, വാദിക്കാൻ നമുക്ക് അറിയില്ല. ഇറ്റ് റൺസ് എ ക്യാമ്പയിൻ ഫോർ ഡിലേഡ് കോഡ് ക്ലാമ്പിംഗ് അറ്റ് ദ ടൈം ഓഫ് ചൈൽഡ് ബർത്ത്
സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈ പ്രൊവൈഡ് എ പീരിയോഡിക് ഡിവോമിംഗ് ടു ചിൽഡ്രൻ ആൻഡ് അഡോൾസെന്റ്. അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? സ്കൂളുകളിൽ നിങ്ങൾക്കും പണ്ട് കിട്ടിയിട്ടുണ്ടാവും, ഒരു ഗുളിക തന്നിട്ടുണ്ടാവും സ്കൂളിൽ നിന്ന്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തരും. പിന്നെ 8ലാണോ 5ലാണോ പിന്നെ എനിക്ക് മറന്നുപോയി. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തരും. കിട്ടിയിട്ടില്ലേ? ഇതൊക്കെ എന്റെ സ്കൂളിൽ ഉണ്ടായിരുന്നല്ലോ. അത് ഇല്ലേ? പീരിയോഡിക് ഡിവാമിംഗ് സ്കൂളുകളിൽ എല്ലാ സ്കൂളുകളും കൊടുക്കും. ബേസിക്കലി എന്ത് ചെയ്യും, കുട്ടികൾക്ക് ഒരു ടാബ്ലറ്റ് കൊടുക്കാറുണ്ട്. ഓക്കെ, സോ ബേസിക്കലി പീരിയോഡിക് ഡിവാമിംഗ് ടു ചിൽഡ്രൻ ആൻഡ് അഡോൾസെന്റ്. ഓക്കെ, വില ഗുളിക കറക്റ്റ്. ഡിവോമിംഗ്. ഓക്കെ, സോ ബേസിക്കലി അത് കിട്ടും. അപ്പൊ അതും നമുക്കറിയാം അല്ലെ? എന്തിനാണ്? ബേസിക്കലി ബ്ലഡിലേക്കുള്ള അയണിന്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ബേസിക്കലി ഉള്ളിലുള്ള പാരസൈറ്റ്സിനെ കൊന്നു കളയണം. അല്ലെങ്കിൽ ഇതൊക്കെ ഇമാരൊക്കെ പോയിട്ട് എന്ത് അയണൊക്കെ തിന്ന് തീർക്കൂലേ? നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ ഉള്ളിലുള്ള പുഴുക്കളൊക്കെ കഴിക്കില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് അതിനെ കൊന്ന് തീർക്കുക. അങ്ങനെ നമുക്ക് കോമൺ സെൻസ് ആയിട്ട് അങ്ങനെ എടുക്കാം. ഓക്കെ, അതിനെ ഒഴിവാക്കി, അത് ശരിയാക്കിയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് അഡ്രസ് എ നോൺ ന്യൂട്രീഷണൽ കോസസ് ഓഫ് അനീമിയ ഇൻ എൻഡമിക് പോക്കറ്റ്സ് വിത്ത് എ സ്പെഷ്യൽ ഫോക്കസ് ഓൺ മലേറിയ. മലേറിയ വരുമ്പോൾ നമുക്കറിയാം ബ്ലഡിൽ പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട്സ് കുറയും. സോ ബ്ലഡുമായി റിലേറ്റ് ചെയ്യുന്നതാണ് എന്ത്? അനീമിയ. അറ്റ്ലീസ്റ്റ് അത് നമുക്കറിയാം. ഹീമോഫ്ലോബോ എന്തോ പതീസ്, എന്താ അസുഖം നമുക്കറിയില്ല, പക്ഷേ ഹീമോഗ്ലോബിനോ എന്ന് പറയുന്നു. സോ ഓട്ടോമാറ്റിക്കലി ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു അസുഖമാണ്. എഗെയിൻ അയൺ ബ്ലഡുമായി റിലേറ്റ് ചെയ്യുന്നതാണ്. ഫ്ലൂറോസിസ് ചിലപ്പോൾ നമുക്ക് ബ്ലഡുമായി റിലേറ്റ് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് ഡയറക്റ്റ് ലിങ്ക് അറിയില്ല, പക്ഷെ എന്താണ് ബേസിക്കലി 1, 2 നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ബ്ലഡുമായി റിലേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് മോസ്റ്റ്ലി ഇത് ജനറൽ ആയിട്ട് എടുക്കാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പൊ ഇതിനകത്ത് ശരിയാക്കി തെറ്റിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒബ്വിയസ് ആയിട്ട് അതിനകത്ത് കാൽഷ്യം ഡെഫിഷ്യൻസി എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. പക്ഷെ എന്ത് ഡെഫിഷ്യൻസിയാണ്? അയൺ ഡെഫിഷ്യൻസിന്റെ ടാബ്ലറ്റ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഇനി ബേസിക്കലി അപ്പൊ ആൻസർ എന്തായിരിക്കും? 1, 2, 3, 4 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓൾ ദ 3 സ്റ്റേറ്റ്മെന്റ് വിൽ ബി കറക്റ്റ് ഇൻ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അത് എന്താ ഡിലേഡ് കോഡ് ക്ലാമ്പിംഗ് എന്ന് പറഞ്ഞാൽ, കോഡ് ക്ലാമ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ബേസിക്കലി അർത്ഥം? ആംബ്ലിക്കൽ കോഡ് ഇല്ല, നമ്മൾ ജനിച്ചു കഴിയുമ്പം നമ്മൾ അമ്മയും ബേസിക്കലി കുട്ടിയായിട്ട് എന്താണ് പൊക്കിൾക്കൊടി ബന്ധം എന്ന് പറയുന്നത് എന്താണ്? ആംബ്ലിക്കൽ കോഡ് അല്ലേ? സോ ആ പൊക്കിൾക്കൊടി ബന്ധം ബേസിക്കലി എന്ത് ചെയ്യാൻ പാടില്ല? ജനിച്ച ഉടനെ തന്നെ പണി തീർക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കട്ട് ചെയ്യരുത്. ഇറ്റ് ഷുഡ് ബി ഡിലേഡ് 1 to 4 hours-ഓളം, 4 minutes-ഓളം, 4 hours അല്ല സോറി, 1 to 5 minutes-ഓളം ഒക്കെ എന്ത് ചെയ്യണം? ഡിലേ ചെയ്യണം എന്നാണ് ബേസിക്കലി WHO ഒക്കെ കുറെ ക്യാമ്പയിൻസിൽ പറയുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കുട്ടി വയറ്റിലിരിക്കുമ്പം കുട്ടിക്ക് ബ്ലഡ് വരുന്നത്, ശ്വാസം കണ്ട ഫുഡ്, എനർജി ഒക്കെ വരുന്നത് ഈ ആംബ്ലിക്കൽ കോഡിലൂടെയാണല്ലോ. സോ കുട്ടി ജനിച്ച ഉടനെ തന്നെ ബേസിക്കലി കുട്ടിക്ക് ഇതെല്ലാം ഫംഗ്ഷൻ ചെയ്തു വരാൻ കുറച്ച് സമയം എടുക്കില്ലേ? അപ്പം എന്ത് ചെയ്യാം? ഈ അമ്മേന്റെ ബ്ലഡിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? വേണ്ടിയുള്ള അയൺസും ബ്ലഡും കാര്യങ്ങളൊക്കെ ഈ ആംബ്ലിക്കൽ കോഡിലൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഇമ്മീഡിയറ്റ്ലി കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിട്ടുന്ന കുറയും. കുറച്ചു നേരം ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് അധികം എന്ത് ചെയ്യും? കുട്ടിക്ക് കിട്ടി, കുട്ടി ഉഷാറായി വരും. അതിന് വേണ്ടിയിട്ടാണ് ഡിലേ ചെയ്യുന്നത്. അപ്പൊ ആംബ്ലിക്കൽ കോഡ് എന്താന്ന് പറഞ്ഞാൽ ബേസിക്കലി നല്ലതാണ്. കുട്ടിക്ക് ന്യൂട്രീഷൻ കിട്ടുന്ന ആംബ്ലിക്കൽ കോഡിലൂടെയാണ്. സോ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് അത് ഡിലേ ചെയ്യാന്ന് പറയുന്നത് അല്ലേ? അപ്പം അത് ഒരു ബേസിക് ഇനി അറിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യുക. ഇത് എലിമിനേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി നിങ്ങൾക്ക് ഇല്ല എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, സോ ആൻസർ 3 ഓൾ സി വിൽ ബി ദി റൈറ്റ് ആൻസർ. കറക്റ്റ്. കിട്ടിയോ? അനീമിയ എന്താന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അതില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിനകത്തെ. അനീമിയ അറിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല. പക്ഷെ അനീമിയ ഭയങ്കര കോമൺ ആയിട്ടുള്ള സാധനം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? തംസ് അപ്പ് വരുമോ? ഓക്കെ, ഫൈൻ. നാളെ ഹർത്താലാണല്ലോ. നാളെ ഹർത്താലല്ലോ, പണിമുടക്കാണ്. നാളെ ക്ലാസ് വേണോ വേണ്ടയോ? നിങ്ങൾക്ക് പണിമുടക്കുണ്ടോ? തംസപ്പ് വേണോ വേണ്ടയോ എന്ന് ചോദിക്കുമ്പോ ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. നിങ്ങൾ പണി മുടക്കുന്നില്ലല്ലോ. പണി മുടക്കുന്ന പ്രശ്നമൊന്നുമില്ല. ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ, വേണം. ഓക്കെ, ദെൻ വി ആർ അറ്റ് പ്രസന്റ് ഇൻ BJP എംപ്ലോയീസ് യൂണിയൻ. നമ്മൾ നാളെ പണിയെടുക്കും. ഞാനൊരു BJP കാരനാണ്, അതുകൊണ്ട് ഞാൻ എന്തായാലും പണിയെടുക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാളെ ക്ലാസ് ഉണ്ട്. ഓക്കെ, ബാക്കി എല്ലാ അസോസിയേഷനും നാളെ പണി മുടക്കാം. അപ്പൊ നമ്മൾ പണി എടുക്കും. ഓക്കെ, അപ്പം നാളെ 7 മണിക്ക് ക്ലാസ് ഉണ്ട്. അവധിയൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഫൈൻ. സോ താങ്ക് യു സോ മച്ച്. വിൽ സി യു ടുമാറോ 7 o'clock. Thank you. Thank you, sir. Thank you.